യെസ്, എല്ലാവരും എത്തിയിരുന്നു. എല്ലാവരും എന്താ സിലബസ് പ്രിന്റ് എടുത്തോ? യെസ്. ഇനി ആർക്കെങ്കിലും സിലബസ് കിട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. സിലബസ് എല്ലാവരും തന്നെ ഫസ്റ്റ് പ്രിന്റ് എടുക്കണം. ഗുഡ് ഈവനിങ്. എല്ലാവരും സിലബസ് എല്ലാവരും ഫസ്റ്റ് പ്രിന്റ് എടുക്കണം. ഓക്കെ, എല്ലാവരും സിലബസ് പ്രിന്റ് എടുത്തു എന്ന് കരുതുന്നു. എല്ലാവരും പ്രിന്റ് എടുത്ത ശേഷം ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം. ഫസ്റ്റ് പേജിന്റെ ഫോട്ടോ എനിക്ക് എല്ലാവരും അയച്ചു തരണം. ഓക്കെ, സോ ഇന്ന് പറയാൻ പോകുന്ന ഫസ്റ്റ് കാര്യം സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എല്ലാവരും ഈ കഴിഞ്ഞ ദിവസം ഇട്ട് തന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടായിരുന്നു. എല്ലാവരും ഈ കഴിഞ്ഞ ദിവസം ഇട്ട് തന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടായിരുന്നു. എല്ലാവരും കണ്ടായിരുന്നു. അതിൽ എത്ര മാർക്ക് എഴുതാൻ പറ്റി? പറഞ്ഞപ്പോൾ എത്ര എഴുതാൻ പറ്റി? പറഞ്ഞ എത്ര മാർക്ക് എഴുതാൻ പറ്റി? എല്ലാരും പറയണം. വളരെ കൺഫ്യൂഷൻ ആയിരുന്നില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ കൺഫ്യൂഷൻ ആയിരുന്നില്ലേ? യെസ് ഓർ നോ ആയിരുന്നില്ലേ? കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാരും പറയണേ. എല്ലാം കൺഫ്യൂഷൻ ആയിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാവരും നല്ല കൺഫ്യൂഷനായി. അപ്പൊ എല്ലാവർക്കും സിലബസ് കിട്ടി എന്ന് കരുതുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സിലബസ് കിട്ടിയല്ലോ. സിലബസ് എല്ലാവരും നന്നായിട്ട് കിട്ടിയെന്ന് കരുതുന്നു. കിട്ടിയോടെ സിലബസ് കിട്ടി? സിലബസ് കിട്ടിയല്ലേ? ആരും കിട്ടാറുണ്ടോ? ആരും കിട്ടായിട്ടില്ലല്ലോ. ഇല്ല, എല്ലാവരും കിട്ടി. എല്ലാവർക്കും തന്നെ കിട്ടി. സിലബസിനെ പറ്റി എല്ലാവരും തന്നെ കിട്ടി. അറിയേണ്ട കാര്യം കിട്ടിയോ? ഇല്ല, എത്തിയല്ലോ. കിട്ടിയില്ല, അറിയാം. കിട്ടാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. ഞാൻ എല്ലാവർക്കും സിലബസ് കൃത്യമായി തന്നെ അയച്ചു തരും. ആ സിലബസിന്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ തിയറിയുടെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? എല്ലാവരും തിയറിയുടെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും പറയണം. ഉണ്ട്. ഈ മാസം എത്ര ദിവസം ഉണ്ട് ടോട്ടൽ? ഈ മാസം ടോട്ടൽ എത്ര ദിവസം ഉണ്ട്? എത്ര ദിവസം ഉണ്ട്? 31 അല്ലേ? ഇന്ന് എത്രാം തീയതിയെ? 6 8 6 തീയതി അല്ലേ? 6 തീയതി. ഇന്ന് 6 തീയതിയല്ലേ? പറയണം. 6 തീയതിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? എല്ലാവർക്കും 10 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? എല്ലാവർക്കും ആദ്യത്തെ 10 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? അത് കിട്ടാത്തവരോട് ഇനി പറയണം, ഞാൻ അയച്ചു തരും. എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ആ ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കിട്ടിയെന്ന് കരുതുന്നു. ഫസ്റ്റ് അയച്ചു തന്ന ഇനി വരാൻ പോകുന്ന സ്റ്റാഫ് റൈസ് എക്സാമിന് ചോദിക്കാൻ 10 സെറ്റ് ക്വസ്റ്റ്യൻ ആരും കിട്ടാത്തൊരു മെസ്സേജ് അയച്ചു തരും. ഇനി അറിയേണ്ട കാര്യം, ഈ മാസം ടോട്ടൽ 31 ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതേ ക്വസ്റ്റ്യൻ സീരീസും ഈ പറഞ്ഞ തിയറിയും കൂടെ 10 സെറ്റോ അതോ 15 സെറ്റ് ക്വസ്റ്റ്യനോ ഈ മാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 10 15 എക്സാം സീരീസ് സ്വന്തമായിട്ട് ഇരുന്നാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റും. സത്യം പറയണം, പറ്റും? ഇല്ലല്ലോ. ആരും തന്നെ പറ്റത്തില്ല. ഇല്ല, പറയണം. എല്ലാവരും ഇല്ല, പറ്റില്ല. ആർക്കും പറ്റത്തില്ല. സോ ഈ മാസം ടോട്ടൽ 31 ദിവസം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? ടോട്ടൽ 31 ദിവസമുണ്ട്. ഇത് ഇന്ന് എത്രാം തീയതിയായി? 6 തീയതി. ഇന്ന് 6 തീയതി. ബാക്കി എത്ര ദിവസം ഉണ്ട്? ബാക്കി 20 ദിവസം ഉണ്ടോ? 25 ദിവസം ഉണ്ടോ? ബാക്കി 25 ദിവസം ഉണ്ടല്ലേ? സോ ദ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ബാക്കി 25 ദിവസമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ബാക്കി 25 ദിവസത്തിൽ 15 ദിവസം തിയറിയും 15 ദിവസം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ 15 ദിവസം ലൈവ് ക്ലാസ് തരാം.
ഓക്കെ, ഇത് 15 ദിവസം ഇത് ലൈവ് ക്ലാസ് തരാം. ബാക്കി ഇത് ക്വസ്റ്റ്യൻ സീരീസ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോരെ. ഇപ്പൊ പലർക്കും കിട്ടിയിട്ടുണ്ട്. പലർക്കും കിട്ടുന്നത് പോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ അയച്ചതാ പോരെ. കാരണം എല്ലാവർക്കും എപ്പോഴും ഈ പറഞ്ഞ ലൈവ് അറ്റൻഡ് പറ്റത്തില്ല അല്ലേ, എപ്പോഴും വന്ന് അറ്റൻഡ് ചെയ്യുന്നത് പറ്റത്തില്ല. ഈ പറഞ്ഞ 12 മണിക്ക് ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട് തരും, അത് ലൈവ് തരും. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇടുന്നു. ആൾട്ടർനേറ്റീവ് ഡേയ്സ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് വരും. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീണ്ടും വരും. അതേ റിപ്പീറ്റഡ് ആയിട്ട് അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്തിട്ട് വീണ്ടും ലൈവ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കിട്ടും. ഇനി ഒരു കാര്യം, എല്ലാവരും ഈ പറഞ്ഞ സ്റ്റഡി നോട്ട്ബുക്ക് വാങ്ങിച്ചോ? എല്ലാവരും സ്റ്റഡി നോട്ട്ബുക്ക് വാങ്ങിച്ചോ? ബുക്കെല്ലാം വാങ്ങിച്ചോ? എത്ര ബുക്ക് വാങ്ങിച്ചു? മിനിമം 5-6 വാങ്ങിച്ചോടെ? വാങ്ങിച്ചോ? 6 വാങ്ങിച്ചു. എല്ലാം എഴുത്തിറങ്ങിയല്ലേ? ടോട്ടലിന്റെ 10 സെറ്റ് ക്വസ്റ്റ്യൻ ഇതിൽ കിട്ടി. ടോട്ടൽ 10 സെറ്റ് കിട്ടി. അതെല്ലാം വായിച്ചു നോക്കി കിടന്നു. ഇനി അടുത്തൊരു 10 സെറ്റ് ക്വസ്റ്റ്യൻ കൂടെ അടുത്ത 5 ദിവസത്തിനകത്ത് തന്നെ കിട്ടും. സോ ടോട്ടൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ ഈ മാസത്തേക്ക് വേണ്ടി കൈ കിട്ടും. ടോട്ടൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ ഈ മാസത്തേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ ഒരു മാസം പഠിക്കാൻ എത്ര മതിയായോ? ഈ ഒരു മാസം പഠിക്കാൻ ടോട്ടൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു മാസം കൊണ്ട് പഠിക്കാൻ ടോട്ടൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ കൈ കിട്ടും. മതിയോ? 50 മാർക്കിനുള്ള ടോട്ടൽ 50 മാർക്കിനുള്ള 20 സെറ്റ് ക്വസ്റ്റ്യൻ ഈ മാസത്തേക്ക് വേണ്ടി ഇത് മുൻകൂട്ടായി കൈ തരും. ആ 20 പ്രിന്റ് എടുക്കണം. ആ 20 സെറ്റും പ്രിന്റ് എടുക്കണം. തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ എല്ലാവരും അതിന്റെ കൂടി OMR എക്സാം എഴുതാമോ? എല്ലാവർക്കും ഈ പറഞ്ഞ OMR ആദ്യം എക്സാം എഴുതാമോ? OMR RRB സ്പെഷ്യൽ ക്ലാസ് തരാണ്. എഴുതാമോ OMR? എല്ലാവർക്കും OMR ഷീറ്റ് കിട്ടിയോ? എല്ലാവർക്കും ഇത് പ്രിന്റ് എടുക്കാൻ വേണ്ടി OMR ഷീറ്റ് കിട്ടിയോ? ഇല്ല, ചെറു കിട്ടിയിട്ടില്ല. കിട്ടി. കിട്ടാണ്ടവർക്ക് OMR ഷീറ്റ് ഞാൻ അയച്ചു തരും. ആൻഡ് സിലബസ് അയച്ചു തരും. ആൻഡ് ഫസ്റ്റ് 20 സെറ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു മാസത്തേക്ക് വേണ്ടിയുള്ള 20 സെറ്റ് ക്വസ്റ്റ്യനും അയച്ചു തരും. അതിന്റെ കൂടെ തിയറി ക്ലാസ്സും കൂടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏകദേശം കുറെ ആയില്ലേ? ആലോചിച്ച് നോക്കിയേ. 20 സെറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് തിയറി എല്ലാം കൂടെ ആകുമ്പോൾ ആൻഡ് എക്സാംസ് ഇത്രയും മതിയല്ലേ? എപ്പോഴും ഈ പറഞ്ഞ എക്സാം അടുത്ത ലൈവായിട്ട് എഴുതാൻ ശ്രമിക്കണം. ഞാൻ ഈ എക്സാം അടുത്ത ലൈവായിട്ട് എഴുതിപ്പിക്കും. ഓക്കെ, എന്നിട്ട് മാർക്ക് ഷീറ്റ് എനിക്ക് അയച്ചു തരണം. മാർക്ക് ഷീറ്റ് എനിക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളുടെ എല്ലാവരും മാർക്ക് ഞാൻ നോക്കും. നോക്കണ്ടേ? അല്ലാതെ വെറുതെ ഓൺലൈൻ എക്സാം തരണമെങ്കിൽ തരാം, ഇഷ്ടംപോലെ തരാം. നിങ്ങൾ എഴുതുന്നുണ്ടോ എഴുതിലിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ OMR തന്നെ എഴുതി എനിക്ക് അയച്ചു തരണം. എല്ലാവരും OMR തന്നെ എഴുതി നിങ്ങളുടെ പേര് എഴുതി സ്ഥലവും എഴുതി എനിക്ക് അത് അയച്ചു തരണം. ആ പേപ്പർ എല്ലാം ഞാൻ നോക്കി മാർക്ക് ഇടും. ഓക്കെ അല്ലേ? ആ പേപ്പർ എല്ലാം നോക്കി നിങ്ങളുടെ എല്ലാവരുടെ മാർക്ക് ഞാൻ ഇടും. സ്റ്റഡി ഗ്രൂപ്പിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എങ്കിൽ മാത്രമേ ഇത് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് പഠിക്കണം, എനിക്ക് പാസ്സാവണം എന്നൊരു തോന്നൽ വരത്തുള്ളൂ. അല്ലാതെ കുറെ തിയറിയും മാത്രം പഠിച്ച് അവിടെ ഇരുന്നാൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? പറഞ്ഞു ഉപയോഗമുണ്ടോ? ഇല്ല. ആർക്കും ഉപയോഗമില്ല. നിങ്ങൾക്ക് ഉപയോഗമില്ല. നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാവത്തില്ല. തിയറി മാത്രം പഠിച്ചാൽ ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. സോ ദ ഫസ്റ്റ് മന്ത് പ്ലാൻ എന്താ? അറിയണം. ദ ഫസ്റ്റ് മന്ത് പ്ലാൻ എന്താ? ഈ വരുന്ന ഇപ്പൊ 6ാമത്തെ മാസത്തിലെ ഏത് മാസം? ആഗസ്റ്റ് അല്ലേ? ആഗസ്റ്റ് മാസത്തില് 6 8ാമത്തെ മാസം അല്ലേ? 8ാമത്തെ മാസം ആഗസ്റ്റ് മാസത്തിലുള്ള ഈ പറഞ്ഞ എക്സാം പ്ലാൻ തന്നിട്ടുണ്ട്. ടോട്ടൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ ആയപ്പോൾ ടോട്ടൽ 20 ദിവസമായല്ലേ? ആലോചിച്ച് നോക്കുക. ടോട്ടൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ തരും. ആദ്യം അതിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന ശേഷം അത് OMR എഴുതി എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യണം? ഞാൻ എല്ലാവർക്കും ഫസ്റ്റ് OMR അയച്ചു തരും. ആ ഒരു എക്സാം പ്രിന്റ് എടുത്ത ശേഷം അതെനിക്ക് ഫില്ല് ചെയ്ത് കൃത്യമായി എന്റെ എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് എഴുതി അയച്ചു തരണം. ശേഷം അത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. ശേഷം നിങ്ങളുടെ മാർക്ക് ഞാൻ പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ്
അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് മന്ത് പ്ലാൻ. ഇതാണ് ഫസ്റ്റ് 10 എല്ലാവരും എല്ലാ കാര്യം മനസ്സിലായോ? എല്ലാ കാര്യം മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം ഈ പറഞ്ഞ സിലബസ് പുനരെടുക്കുക അല്ലേ? ഏറ്റവും ആദ്യം സിലബസ് പുനരെടുക്കണം. അത് ആ കാര്യം മനസ്സിലായല്ലോ? ആ കാര്യം മനസ്സിലായോ? ഫസ്റ്റ് സിലബസ് പ്രിന്റ് എടുക്കണം. സെക്കൻഡ് എന്ത് ചെയ്യണം? OMR പ്രിന്റ് എടുക്കണം. സെക്കൻഡ് OMR പ്രിന്റ് എടുക്കണം. അത് ഈ മാസം ബാക്കി എത്ര ദിവസം ഉണ്ട്? 25 ഡേയ്സ് ഇല്ലേ? ഈ മാസം ബാക്കി 25 ഡേയ്സ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. 25 ഡേയ്സ് ഉണ്ട്. ആ 25 ഡേയ്സിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് കിട്ടും. ഒരു 20 ക്വസ്റ്റ്യൻ സീരീസ് കിട്ടും. ആ 20 ക്വസ്റ്റ്യൻ സീരീസ് ഇനി നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ OMR തന്നെ എഴുതി ഇത് ബബിൾ ചെയ്ത് എനിക്ക് അയച്ചു തരണം. തരോ? അയച്ചു തരും. ശേഷം ഞാൻ എന്ത് ചെയ്യും? അതിന് ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഈ പറഞ്ഞ ഇത് മാർക്ക് ഞാൻ പബ്ലിഷ് ചെയ്യും. ഇത് മാർക്ക് പബ്ലിഷ് ചെയ്ത ശേഷം അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലേ? മാർക്ക് പബ്ലിഷ് ചെയ്ത ശേഷം അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തും. ഇൻ ദ തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ മറക്കരുത്, ഇൻ ദ തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമോ? ഓക്കെ അല്ലേ? ഇത് വേണോ അതോ ഈ പറഞ്ഞ കേരളത്തിലുള്ള ബാക്കി എല്ലാ അക്കാഡമീസും ചെയ്യുമ്പോൾ തിയറീസ് മാത്രം മതിയോ? ഇത് വേണോ അതോ ബാക്കി എല്ലാവരും പഠിക്കുമ്പോൾ തിയറി മാത്രം പഠിച്ചാൽ മതിയോ? വേണ്ടേ? വേണം. അല്ലാതെ ഈ പറഞ്ഞ വാട്സപ്പിൽ കുറെ ക്വസ്റ്റ്യൻ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ? വാട്സപ്പിൽ കുറെ ക്വസ്റ്റ്യൻ ഇട്ടെന്നാൽ മാത്രം ആയോ? ആയില്ല. വാട്സപ്പിൽ കുറെ ക്വസ്റ്റ്യൻ ഇട്ടെന്നാൽ മാത്രം മതിയോ? ഒന്നും ആവില്ല. പലരും ഉത്തരം ചെയ്തില്ല. എനിക്ക് അറിയണം. നിങ്ങൾ എല്ലാവരും ഫീസ് കൊടുക്കുന്നത് പഠിക്കുന്ന ആൾക്കാരല്ലേ? എല്ലാവരും കഷ്ടപ്പെട്ട് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ് ഉള്ള ആൾക്കല്ലേ? അല്ലല്ലേ? അതുകൊണ്ട് കൃത്യമായൊരു റിസൾട്ട് വേണ്ടേ? കൃത്യമായൊരു റിസൾട്ട് വേണ്ടേ? വേണം. സോ ഫസ്റ്റ് സിലബസ് പ്രിന്റ് എടുക്കുക. സെക്കൻഡ് എല്ലാവരും ഒരു 20 കോപ്പീസ് ഓഫ് എന്താണ് OMR ഷീറ്റ് അത് പ്രിന്റ് എടുക്കുക. ശേഷം ഇൻ ദ തിയറിയോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തും. ശേഷം മാത്രമാണ് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ത് ചെയ്യുക? അതിന്റെ ക്ലാസ്സസ് തരുന്നത്. മനസ്സിലായോ? ഇത് ഫസ്റ്റ് മന്ത് പ്ലാനാണ്. മനസ്സിലായോ? ഇത് ഇത്രയും പറഞ്ഞത് സ്റ്റാഫ് നേഴ്സ് DME എക്സാം എഴുതാൻ പോകുന്ന ആളുടെ കാര്യം. ഇത്രയും പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് DME എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുടെ കാര്യം. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ RRB എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും, ജിഗ്മർ എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് കിട്ടും. ഓക്കെ? ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ട. ടെക്സ്റ്റ് ബുക്ക് എല്ലാം പഴയതായി ഇത് അറിയാമല്ലോ. ഇപ്പൊ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അത് ഇറങ്ങുന്നില്ല. കണ്ടു കാണും. ഈ കഴിഞ്ഞ എക്സാംസിലെല്ലാം കുറെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചത് വെറുതെ വാങ്ങിച്ചു വെച്ച ആൾക്കാരുടെ പറയണേ. നിങ്ങളുടെ എല്ലാവരും ബുക്ക് ഇല്ലേ? നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ കുറെ ബുക്സ് ഇല്ലേ? ഉണ്ടല്ലോ. ഉണ്ടോ? അതെപ്പോഴും വായിച്ചിട്ടുണ്ടോ? അത് കൂടിപ്പോയ ഒരു 10 പേജ് കൂടുതൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു 10-15 പേജ് കൂടുതൽ നോക്കാൻ എന്താ പറ്റത്തില്ല. ശ്രമിക്കാറില്ല. ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. വേറെന്താ പറഞ്ഞത്? വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുമ്പോൾ ആ പറഞ്ഞ ക്ലാസ് വീണ്ടും കിട്ടുമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുമ്പോഴും ആ ക്ലാസ് വീണ്ടും കിട്ടുകയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പറഞ്ഞു. അത് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയായിരുന്നല്ലോ. എല്ലാവർക്കും കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയായിരുന്നല്ലോ. പറഞ്ഞേ പറയാം. എല്ലാവരും പറയണം. കിട്ടിയില്ലേ? കിട്ടിയില്ല. ആരും കിട്ടിയിട്ടുണ്ട്? ആരും കിട്ടിയിട്ടില്ല. ഇല്ല. സോ ഇവിടെ
പറയണേ, ആരും കിട്ടിയിട്ടുണ്ടോ ഇതിനകത്ത്? ഇത് കമ്മ്യൂണിറ്റി നേഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആരും കിട്ടിയിട്ടില്ല. സോ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് കമ്മ്യൂണിറ്റി നേഴ്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമോ? സ്പെഷ്യൽ ക്ലാസ് ആയി കൂട്ടിക്കും. സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? എല്ലാം ഈ ഒരു പ്ലാൻ വേറെ ഒരിടത്തും കാണത്തില്ല. കാരണം നിങ്ങൾ ഫ്രണ്ട്സ് ആര് ജോയിൻ ചെയ്താലും ആ ക്ലാസ് വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യം വേറെ ഒരിടത്ത് കിട്ടത്തില്ല. അവർ വെറുതെ റെക്കോർഡിങ് കൊടുക്കത്തേ ഉള്ളൂ. വേറെ എവിടെ പോയാലും അതിൽ സത്യമല്ലേ? സത്യമാണല്ലോ. ഇത് വേറെ എവിടെ പോയാലും ഫസ്റ്റ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡ് കൊടുക്കത്തേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡ് കൊടുത്ത് അവരെന്ത് ചെയ്യും? അതിനെ കോംപ്രമൈസ് ചെയ്യാറേ ഉള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഓരോ കുട്ടികൾ ചേരുമ്പോഴും ആ ക്ലാസ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് കോളേജിൽ ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത ആൾക്കാരാണ് ഉള്ളത്. പണ്ട് കാലത്ത് ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത ആൾക്കാരുള്ളത്. എന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എനിയോ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒറ്റ വേർഡാണോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ വാക്കാണോ? ആദ്യം അറിയേണ്ട കാര്യം, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ വാക്കാണോ? ഒരു സിംഗിൾ വേർഡാണോ? പറയണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണോ? ആലോചിച്ച് പറയുക. എല്ലാരും പറയണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണോ? അല്ല. കമ്മ്യൂണിറ്റി ഒരു വാക്കാണ്, ആൻഡ് ഹെൽത്ത് ഒരു വാക്കാണ്, ആൻഡ് നഴ്സിംഗ് ഒരു വാക്കാണ്. 3 ടൈംസ് ചേർന്നല്ലേ? അല്ലേ? അപ്പൊ അറിയണം. ഫസ്റ്റ് വാക്കായി ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താ? ഇതിൽ വരുന്ന ഹെൽത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഇത് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? Physical, the health is a physical, the complete physical and mental and social well-being ആണോ? എല്ലാവർക്കും പറയുന്ന വാക്കല്ലേ? സോ ദ ഹെൽത്ത് ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ വേർഡ് മറക്കരുത്. എന്താണ്? എല്ലാവർക്കും അറിയാം. ദ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സോഷ്യൽ വെൽബീങ് മാത്രമാണോ? ആണോടെ? ദ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് മാത്രമാണോ? അത് മാത്രമാണോ? ആൻഡ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് കൂടെ ഇല്ലേ? അല്ലേ? ഈ പറഞ്ഞ ഒരു അസുഖം ഇല്ലാത്ത അവസ്ഥ കൂടെ ഇല്ലേ? അല്ലേടെ? അസുഖം ഇല്ലാത്ത അവസ്ഥ എന്ന് ഓർമ്മിക്കുക. ഈ അസുഖം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇസ് ദ ഹെൽത്തി എന്ന് പറയാൻ പറ്റും? ഈ പറഞ്ഞ അസുഖം ഇല്ല എന്ന് പറയുമ്പോൾ ഒരാൾ ഇത് ഹെൽത്തി എന്ന് പറയാൻ പറ്റോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താണ് ഈ പറഞ്ഞ? ആലോചിക്കുക. കംപ്ലീറ്റ് ആയിട്ട് പറ്റുവാടെ? ഇല്ല. അപ്പോൾ ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് ഓർക്കുക, ഫിസിക്കൽ ആൻഡ് മെന്റൽ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഫിസിക്കലി എന്ന് പറയുമ്പോൾ എന്താ? ശാരീരികമായിട്ടല്ലേ? ഫിസിക്കലി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫിസിക്കലി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ആണല്ലോ? ഫിസിക്കലി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം നോർമൽ, ശരിയല്ലേ? നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം നോർമൽ ആയിരിക്കണം, ശരിയല്ലേ? ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം നോർമൽ ആയിരിക്കണം. അതുപോലെ തന്നെ മെന്റൽ എന്ന് പറയുമ്പോഴോ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഉണ്ടാവാൻ പാടില്ല. ശരിയല്ലേ? ടെൻഷൻ. ഒരു കാര്യം പറയാനുണ്ട്. സ്റ്റഡി നോട്ട് ഞാനൊരു മിനിമം ഒരു ഫസ്റ്റ് 6 വാങ്ങിക്കാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? സ്റ്റഡി നോട്ട്സ് എഴുതാൻ വേണ്ടി ഫസ്റ്റ് 6 സ്റ്റഡി നോട്ട് വാങ്ങിയ കാര്യം മനസ്സിലായോ? ആർക്ക് പറയാം? അതിന്റെ കാരണം എന്താ? ആർക്ക് പറയാം? സ്റ്റഡി നോട്ട് ഒരു 6 വാങ്ങിക്കാൻ പറഞ്ഞ കാര്യം എന്താ? ഇപ്പൊ എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന സബ്ജക്ട് ഒന്നാണോ?
എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഒന്നല്ല, ഒരിക്കലും ഒന്നല്ല. ശരിയല്ലേ? ഒന്നല്ല. അതുകൊണ്ടാണ് സ്റ്റഡി നോട്ട് എല്ലായിടത്തും സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറഞ്ഞത്. ഇത് എപ്പോഴും ഒരു സബ്ജക്റ്റിൽ അവിടെ നിന്ന് പോകരുത്. അതുകൊണ്ടാണ് എന്താണ് ഇത് വേറെ വേറെ സബ്ജക്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ. സോ ദ മെന്റൽ എന്ന് പറയുമ്പോൾ സ്ട്രെസ്, ദ ടെൻഷൻ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള അതല്ലേ ഉള്ളൂടെ അല്ലേ? സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ അതല്ലേ ഉള്ളേ? ഏറ്റവും കൂടുതൽ അതല്ലേ? ആ അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ? ഇതെല്ലാം കൂടെ ചേർത്താണ് ദ ഹെൽത്ത് എന്ന് പറയുന്നത്. ചോദ്യം വരും. ഈ പറഞ്ഞ ദ ഡെഫിനിഷൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? WHO ആണോ? പറയണേ ആരാ പറഞ്ഞത്? ഈ ഈ ഒരു സംഭവം നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാര്യമല്ലേ? ഈ പറഞ്ഞത് ഹെൽത്തിന്റെ ഡെഫിനേഷൻ കോളേജ് കാലത്ത് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതല്ലേ? വിപിന് ഓർമ്മയുണ്ടോ? വിപിൻ ഓർമ്മയുണ്ട്. ആ യെസ്. ചോദിക്കും. അത് വന്ന വർഷം ഏതാ? 1948 അല്ലേ? 40 പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്ന സംഭവമാണ്. ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത് WHO ഫോം ചെയ്ത വർഷം ഏതാണ്? ഇതുമായി ബന്ധപ്പെടുത്തി കേരള പി ചോദിക്കും. WHO അത് ഫോം ചെയ്ത വർഷം ഏതാ? 1948. 48 അല്ലേ? 48. ആ അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വരും. ഏത് ദിവസമാണ് നമ്മൾ ഈ പറഞ്ഞ ദ വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത്? ഏത് വർഷമാ? ഏത് ദിവസം? തീയതി? ഏത് ദിവസമാണ് ദ വേൾഡ് ഹെൽത്ത് ഡേ എന്നാ? ഏപ്രിൽ 7 ആ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതലായിട്ട് ഈ ഇടയ്ക്ക് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 1948 തന്നെയാണ് WHO വന്നതും 1948 തന്നെയാണ് ഇത് ഹെൽത്തിന്റെ ഡെഫിനിഷനും പറഞ്ഞത്. ഇത് മറക്കോ? ഇതേ സംഭവം ഈ കഴിഞ്ഞ 2 എക്സാംസിന് ചോദിച്ചത്. ഇതേ സംഭവം കഴിഞ്ഞ 2 എക്സാമിന് ചോദിച്ചു കാണുന്നത്, ഈ PSC എക്സാമിന് ചോദിച്ചത് ഈ പറഞ്ഞ എഡ്യൂക്കേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞത് ആരാ? ഇതേപോലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹെൽത്തിന്റെ ഡെഫിനേഷൻ പോലെ ഇത് കഴിഞ്ഞ 2 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എഡ്യൂക്കേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞ ആരാ? ചോദിക്കാം. ആരാടിക്കും? ആരാടെ? ഇത് മഹാത്മാഗാന്ധിയാണോ? നമ്മ ഇന്ത്യയിൽ ഗാന്ധിജി അല്ലേ? ആരും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോടെ? കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിക്കുക, ഈ പറഞ്ഞ ഇത് മഹാത്മാഗാന്ധിയുടെ ഇത് ഡെഫിനിഷൻ എന്താ? അപ്പോൾ അതും കൂടെ ചോദിക്കുക. ഈ പറഞ്ഞ ഇത് മഹാത്മാഗാന്ധിയുടെ ഈ പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരിക്കും? എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന WHO കഴിഞ്ഞുള്ള സെന്റൻസ് വായിച്ചേ. അത് ഇത് മഹാത്മാഗാന്ധിയാണോ അത് വേറെ ആരും പറഞ്ഞാണോ? വായിച്ചു നോക്കിയടെ. വായിച്ചു നോക്കിയേ. A condition of being sound in the body and mind and spirit is especially the freedom from the physical, the disease or the pain എന്നൊരു ക്വസ്റ്റ്യൻ കേരള PSC എക്സാമിന് പ്രീവിയസ് കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആരും കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവും ഇത് ഏതോ ഒരു എക്സാമിൽ പ്രീവിയസ് കണ്ട ചോദ്യമാണ്. എ കണ്ടീഷൻ ഓഫ് ബീങ് സൗണ്ട് ഇൻ ബോഡി ആൻഡ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എക്സ്പെഷ്യലി ഫ്രീഡം ഫ്രം ഫിസിക്കൽ ഡിസീസ് ഓർ പെയിൻ എന്ന് പറയുന്നത് ആരുടെ ഡെഫിനിഷൻ ആണെന്നായിരുന്നു കേരള PSC എക്സാം പ്രീവിയസ് ചോദിച്ചത്. ആരുടെ ആയിരിക്കും ഇവിടെ? എല്ലാവരും ഇത് വെബ്സ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും വെബ്സ്റ്റർ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ?
ഉണ്ടോ 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 ഉണ്ട്. സോ ഇത് പറഞ്ഞു തരാം. ഇത് വെബ്സ്റ്റർ ആണ്. എന്താണ് ഈ കണ്ടീഷൻ? ബീങ് സൗണ്ട് ഇൻ ബോഡി ആൻഡ് ദ മൈൻഡ് സ്പിരിറ്റ് ഇറ്റ്സ് എക്സ്പെഷ്യലി ഫ്രീഡം ഫ്രം ഫിസിക്കൽ ഡിസീസ് ഓർ ദ പെയിൻ എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ആരെഴുതും? ആരെഴുതും? ദ വെബ്സ്റ്റർ എന്ന പേര് ഒരിക്കലും ചോദിക്കാം. ഇത് ഓരോന്നായിട്ട് ചോദിക്കുന്നതാണ്, മറക്കരുത്. ഇത്രയും ക്ലിയർ ആയി. എന്താ പറയുന്നത്? സംഭവം എന്താ പറയുന്നത്? ഈ പറഞ്ഞത് ദ ബോഡി ആൻഡ് ദ മൈൻഡ് സ്പിരിറ്റ് എല്ലാം, ദ സൗണ്ട് എല്ലാം എന്താണ്? നന്നായിരിക്കണം. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മറക്കരുത്. ഈ പറഞ്ഞ ഒരു ഫിസിക്കൽ ഡിസീസും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ഇനി അറിയാനുള്ളത്, എപ്പോഴും ചോദ്യം വരുന്ന അടുത്തൊരു പാർട്ടാണ് ദ കമ്മ്യൂണിറ്റി. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന അടുത്തൊരു ചോദ്യം വരുന്ന ഏരിയയാണ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത്. അല്ലേ? അറിയാമോ ആർക്കെങ്കിലും അറിയാമോ? ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് ദ ഡയമെൻഷൻ ഉണ്ട്? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഫസ്റ്റ് തന്നെ ചോദ്യങ്ങളുടെ ചാകരയാണ്. എന്താണ് ദ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്? എന്താ അതിന്റെ മീനിങ് എന്താ? ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? എന്താണ്? ചോദിച്ചു കാണുന്ന ചോദ്യമാണ്. ദ ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത് എന്ന് പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആരോഗ്യപരമായി ഇരിക്കണമെങ്കിൽ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം? അതല്ലേ? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ആരോഗ്യപരമായി ഇരിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ പറയുന്ന പേരെന്താ? ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യപരമായി ഇരിക്കണമെങ്കിൽ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പേരെന്താ? ദ ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത് എന്ന് പറയാം. ക്ലിയർ ആയ? ചോദ്യം ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ഹെൽത്തിന്റെ ഡയമെൻഷൻ ഏതൊക്കെയും ചോദിക്കും. താഴെ പറയുന്നവയിൽ ഇത് ഉൾപ്പെടുന്നത് ഏതൊക്കെ, ഇത് ഉൾപ്പെടാത്തത് ഏത് ചോദിക്കും. ദ ഹെൽത്തിന്റെ ഡയമെൻഷൻസ് ഏതൊക്കെയെന്ന് ചോദ്യം വരും. അറിയാമോ? ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് നോർമൽ ആയിരിക്കണം? ഏതൊക്കെ ആയിരിക്കണം? അപ്പൊ പറഞ്ഞേ. നിങ്ങൾ ഓരോരുത്തരും ഹെൽത്തി ആയിരിക്കണമെങ്കിൽ എല്ലാവരും പറഞ്ഞേ. പറയണം. എല്ലാരും പറയണം. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ. വേറെ ഉണ്ടോ? ഇപ്രാവശ്യം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കും. കാരണം എന്താ? ഇപ്രാവശ്യം ഇന്ന കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യം വരാം. അതിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. അതിൽ 1-2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഇത് കമ്മ്യൂണിറ്റിക്കകത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ? അതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. സാധാരണ ഈ പറഞ്ഞ കേരള PSCക്കൊന്നും ആരും അത്രയും പഠിച്ചോണ്ട് പോകാറില്ല. അല്ലേ? ഇത്രയും വർഷം പഠിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഇത്രയും വർഷമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഇല്ല. ആരുമില്ല. എന്റെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ പഠിപ്പിക്കും. അതിന് ഏറ്റവും കൂടുതൽ എന്താ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. 1-2 മാർക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ്. ആൻഡ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചോദിക്കും. ആൻഡ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ വരുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ഈ പറഞ്ഞ ഹെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് അത് ഹെൽത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതൊക്കെ സ്ക്രീനിൽ കാണാം. ഫിസിക്കൽ ഉണ്ട്, ആൻഡ് മെന്റൽ ഉണ്ട്, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ആൻഡ് വൊക്കേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ആൻഡ് എൻവയോൺമെന്റ്. ഇതൊക്കെ ഉണ്ടോ? അവിടെ അതൊക്കെ ഉണ്ടോ? ചോദ്യം വരും.
ശരിക്കും പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും, ഇത്രയും ഡയമെൻഷൻസ് കാണുന്നുണ്ടെങ്കിലും ആക്ച്വലി WHO പറയുന്ന ഡയമെൻഷൻസ് ഏതൊക്കെയാ? എത്ര ഉണ്ട്? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ WHO പറയുന്ന ഡയമെൻഷൻ ഏതൊക്കെയാ? വേറെ 3 ഉള്ളൂ. ഏതൊക്കെയാ? വേറെ 3 ഏതൊക്കെയാ? ആസ് പെർ WHO അനുസരിച്ച് പ്രധാനപ്പെട്ട 3 ഏതൊക്കെയാ? ഫിസിക്കൽ, വേറെ ഏതുണ്ട്? ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ അല്ലേ? നോക്കാം, ഓരോന്ന് നോക്കാം. ഓരോന്നായിട്ട് എല്ലാം പഠിക്കണം. ഈ പറഞ്ഞ എല്ലാം പഠിക്കണം. എങ്കിലും ആസ് പെർ WHO 3 ഉള്ളൂ. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഹെൽത്തിന്റെ ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 6, 7, 8, 9, 10 നമ്മളെല്ലാം പഠിക്കും കേട്ടോ. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് 3 ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 10 പഠിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഏകദേശം 10 പഠിക്കും. 10 ഡയമെൻഷൻ പഠിക്കും. കാരണം എന്താ? എന്തുകൊണ്ടാ? നമുക്ക് ഒരു മാർക്കും കളയില്ല, നമുക്ക് ഒരു മാർക്ക് പോലും വിട്ടുകളയില്ല. അതുകൊണ്ട് WHO പറയുന്നത് ഫസ്റ്റ് 3 ആണെങ്കിൽ നമ്മൾ 10 ഇവിടെ പഠിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന ടൈപ്പ് ആണ് ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും സംഭവം? എന്താ? ഇപ്പൊ ഒരാളുടെ പെർഫെക്റ്റ് ഫങ്ഷനിങ് ഓഫ് ബോഡി ആണോ? ഒരാളുടെ പെർഫെക്റ്റ് ഫിസിക്കൽ ഫങ്ഷനിങ് ഓഫ് ബോഡി ആണോ? ഇപ്പൊ ഒരാളുടെ, ഇപ്പൊ നിങ്ങളുടെ പെർഫെക്റ്റ് ഫങ്ഷനിങ് ഓഫ് ദ ബോഡി ആണോ? ആണെങ്കിൽ എന്താ പെർഫെക്റ്റ് ഫിസിക്കൽ ബോഡി ഫങ്ഷൻ? എന്താ? അങ്ങനെയാണെങ്കിൽ എന്താ പെർഫെക്റ്റ് ഫിസിക്കൽ ഫങ്ഷൻ ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏതൊക്കെയായിരിക്കും ഇവിടെ? അത് ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങളുടെ ബോഡി പെർഫെക്റ്റ് ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്? അത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ ബോഡി, എല്ലാവരുടെയും ബോഡി പെർഫെക്റ്റ് ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്? എങ്ങനെ ആയിരിക്കും? നിങ്ങളുടെ ബോഡിയുടെ ഓരോ സെല്ലും, ഓരോ ടിഷ്യൂവും, അതിന് ഓരോ ഓർഗണും നന്നായിട്ട് വർക്ക് ചെയ്യണ്ടേ? നിങ്ങളുടെ ബോഡിയുടെ ഓരോ സെല്ലും, ഓരോ ടിഷ്യൂവും, ഓരോ ഓർഗൻസും അത് വർക്ക് ചെയ്യണം. അത് എങ്ങനെ? ക്വസ്റ്റ്യനിൽ വരുന്ന പേരാണ് ഇറ്റ്സ് ഓപ്റ്റിമസ് സ്റ്റേറ്റ് എന്ന് പറയും. എന്താണ് ഇറ്റ്സ് ഓപ്റ്റിമസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? എന്താണ് ഇത്? ഏറ്റവും മാക്സിമം ഫങ്ഷനിങ് ബോഡി ആണോ? ഏറ്റവും മാക്സിമം ആണോ? ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? ആ സ്റ്റേറ്റ് ഓഫ് ഓപ്റ്റിമം എന്ന് പറയുമ്പോൾ നല്ല മാക്സിമം ഫങ്ഷനിങ് ബോഡി ആണല്ലോ. നമ്മുടെ ബോഡിയുടെ ഓരോ സെല്ലും, ഓരോ ടിഷ്യൂവും, ഓരോ ഓർഗൻസും നല്ല മാക്സിമം സ്റ്റേറ്റ് ഓഫ് വർക്കിംഗിൽ ആയി കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? പെർഫെക്റ്റ് ഫങ്ഷനിങ് ബോഡി എന്ന് വിളിക്കാം, അല്ലേ? മറക്കരുത്, ഇറ്റ്സ് ഓപ്റ്റിമം എന്ന വാക്കിന്റെ മീൻ നല്ല മാക്സിമം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കണ്ണാൽ ഇരിക്കരുത്. അടുത്ത് നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം, കമ്മ്യൂണിറ്റിയുടെ ഇസ് ദ ബൈബിൾ എന്ന് പറയുന്ന ബുക്ക് ഏതാ? എല്ലാവരും കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം, കമ്മ്യൂണിറ്റിയുടെ ഇസ് ദ ബൈബിൾ എന്ന് പറയുന്ന ബുക്ക് ഏതാ? ഏത് ബുക്കാണ്? പാർക്കല്ലേ? അല്ല, പാർക്കല്ലേ? ആ പറഞ്ഞ പാർക്കിൽ പറയുന്ന ഡെഫിനിഷൻ ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പറഞ്ഞ പാർക്കിൽ പറയുന്ന ഡെഫിനിഷൻ ആണ് ഇത്. ഇസ് ഓപ്റ്റിമം കപ്പാസിറ്റി ആയിരിക്കണം ബോഡിയുടെ ഓരോ സെല്ലും, ഓരോ ടിഷ്യൂവും അത് വർക്ക് ചെയ്യുന്നത് ഇസ് ഓപ്റ്റിമസ് കപ്പാസിറ്റിയിൽ ആയിരിക്കണമെന്നാണ് ഫിസിക്കൽ ഡയമെൻഷനെ കുറിച്ച് പറയുന്നത്. ഇസ് എ ക്ലിയർ? ഫിസിക്കൽ ഡയമെൻഷൻ ക്ലിയർ ആയോടെ? ഫിസിക്കൽ ക്ലിയർ ആയോടെ? ഫിസിക് കിട്ടിയോ? ഫിസിക് കിട്ടിയോ? മറ്റേ ഇത് ഇത്രയും പഠിച്ചപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വലിയൊരു ഡെഫിനറ്റ്ലി കാണുമ്പോൾ ചോദ്യം വരും, സാർ എങ്ങനെ ചോദ്യം വരും? അല്ലേ സാർ? ഇവിടെ നിന്ന് ഇങ്ങനെ ചോദ്യം വരും. തോന്നിയോ? ആർക്കെങ്കിലും തോന്നിയോ? ഇവിടെ നിന്ന് എങ്ങനെ ചോദ്യം വരും? ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. താഴെ പറയുന്നവരിൽ എന്താണ് ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത് ബൈ WHO അത് ഏതെന്ന് ചോദിക്കും. താഴെ പറയുന്നവയിൽ
ദ ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത് ബൈ ദ WHO. അത് ഏതെന്ന് ചോദിക്കും. ഫിസിക്കൽ ഉണ്ട്, വേറെ ഏതൊക്കെയുണ്ട്? ഫിസിക്കൽ, മെന്റൽ, വേറെ ഏതൊക്കെയുണ്ട്? ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ഏതൊക്കെയുണ്ട്? എല്ലാം പറഞ്ഞേ. 10 ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, വേറെ ഏതൊക്കെയുണ്ടോ? ഇറ്റ്സ് എഡ്യൂക്കേഷണൽ, സ്പിരിച്വൽ, സോഷ്യൽ, വേറെ ഏതാ? അത് ഇമോഷണൽ ഉണ്ടോ? ഇമോഷണൽ ഉണ്ട്. അത് ഒക്കുപേഷണൽ ഡയമെൻഷൻ ഉണ്ടോ? അത് ഒക്കുപേഷണൽ ഉണ്ട്. അത് എഡ്യൂക്കേഷൻ ഡയമെൻഷൻ ഉണ്ടോ? എഡ്യൂക്കേഷൻ ഉണ്ടോ? അത് ന്യൂട്രീഷണൽ ഡയമെൻഷൻ ഉണ്ടോ? ന്യൂട്രീഷണൽ അത് കുറെ ഉണ്ടല്ലേ. എല്ലാം പഠിക്കും. ഫസ്റ്റ് ഉള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ഇനി ഈ ഫിസിക്കൽ ഡയമെൻഷനിൽ തന്നെ ഇപ്പൊ ഒരാൾ ഫിസിക്കൽ ഡയമെൻഷനിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയണമെങ്കിൽ ആ പേഴ്സൺ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ഇപ്പോൾ ഒരാളെ എടുക്കുമ്പോൾ അയാൾ നല്ല ഫിസിക്കൽ ഡയമെൻഷൻ കംപ്ലീറ്റ് ആയിരിക്കണമെങ്കിൽ അയാളുടെ ബോഡിയിൽ നമുക്ക് എന്താ കാണാൻ പറ്റും? എന്താ കാണാൻ കഴിയും? ഇപ്പൊ നിങ്ങൾ നോക്കി അറിയാം. ഇപ്പൊ നിങ്ങൾ തന്നെ അസസ് ചെയ്യാൻ അറിയാൻ പറ്റും. ഇത് ഫസ്റ്റ് എന്ത് വേണം? ഗുഡ് എന്ത് വേണം? ഇത് കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ല, ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താ? ഗുഡ് കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താ? സ്കിൻ കളറാണോ? സ്കിൻ കളറിനെ കുറിച്ചല്ലേ ഗുഡ് കോംപ്ലക്ഷൻ എന്ന് പറയുമ്പോൾ സംഭവം എന്താ? പൊതുവിൽ കാണുന്ന ആൾക്കാർ സാധാരണ സ്കിൻ കളർ അല്ലേ? അയാളുടെ ഇത് കളർ നാച്ചുറൽ കളർ ആയിരിക്കണം. ഇത് വെളുപ്പോ കറുപ്പോ എന്നല്ല. ഇത് നാച്ചുറൽ കളർ ആയിരിക്കണം അല്ലേ? ഓർമ്മിക്കുക, ഇത് കളർ എന്ന് പറയുമ്പോൾ നല്ല നാച്ചുറൽ കളർ ആയിരിക്കണം. പിന്നെ ദ ടെക്സ്ചർ നാച്ചുറൽ ആയിരിക്കണ്ടേ? ദ ടെക്സ്ചർ നാച്ചുറൽ ആയിരിക്കണം. ആൻഡ് ദ അപ്പിയറൻസ് നാച്ചുറൽ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കിൻ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ഒരാളുടെ സ്കിൻ കോംപ്ലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? അയാളുടെ കളർ നാച്ചുറൽ ആയിരിക്കണം, ദ ടെക്സ്ചർ നാച്ചുറൽ ആയിരിക്കണം, അപ്പിയറൻസ് നാച്ചുറൽ ആയിരിക്കണം. അങ്ങനെയുള്ള എന്ത് വിളിക്കാം? ദ സ്കിൻ കോംപ്ലക്ഷൻ പറയാറുണ്ട്. ശരിയല്ലേ? അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് ചെയ്യാറുണ്ട്. സ്കിൻ നോക്കാറുണ്ടോ? ആശുപത്രി ജോലി സമയം സ്കിൻ നോക്കാറുണ്ടോ? സ്കിൻ കളർ നോക്കാറുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ സമയത്ത് സ്കിൻ നോക്കാറുണ്ടോ? സ്കിൻ ഇസ് ദ പെയിൽ ആകാൻ പാടില്ല. എന്ത് കാരണം എന്താ? സ്കിൻ ഇസ് നല്ല പെയിൽ ആകാൻ പാടില്ല. കാരണം എന്താണ്? പെയിൽ ആയാൽ എന്താ പ്രശ്നം? സ്കിൻ നല്ല പെയിൽ ആയാൽ എന്താ പ്രശ്നം? അയാൾ നമുക്ക് എന്ത് പറയാം? അനീമിയ എന്ന് പറഞ്ഞൂടെ? അല്ല. അപ്പോൾ ഈ ഫിസിക്കൽ ഡയമെൻഷനിൽ ഇപ്പോൾ ഒരാളുടെ സ്കിൻ ഇത് പെയിലാണ്, അനീമിയ ആണെങ്കിൽ അയാളുടെ സ്കിൻ നല്ല ഗുഡ് കോംപ്ലക്ഷൻ എന്ന് പറയാൻ പറ്റോ? ഇല്ല. അത് മാത്രം പഠിച്ചാൽ പോരെ? കാര്യം പിടികിട്ടിയല്ലോ. ഫിസിക്കൽ ഡയമെൻഷൻ നല്ലതായിട്ടിരിക്കണമെങ്കിൽ എന്ത് സ്കിൻ അല്ലെ? സ്കിൻ കളർ നോർമലായിരിക്കണം. സ്കിൻ കളർ ഇത് പെയിലൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഫിസിക്കൽ ഡയമെൻഷൻ ശരിയാണോ? അല്ല. ഇറ്റ്സ് ക്ലിയർ. അതുപോലെ തന്നെ കണ്ണുകൾ എങ്ങനെ ഇരിക്കണം? കണ്ണുകൾ എങ്ങനെയായിരിക്കും? നല്ല ബ്രൈറ്റ് കളർ ആയിരിക്കണം അല്ലേ? കണ്ണുകൾ നല്ല ബ്രൈറ്റ് കളർ ആയിരിക്കണം. ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? അന്ത ഹെയർ എങ്ങനെ ആയിരിക്കണം? ആരെങ്കിലും ഒരു വാക്ക് എവിടെയും കേട്ടോ? ദ ലസ്റ്ററസ് എന്ന മീനിങ് കേട്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ദ ലസ്റ്ററസ് കേട്ടോ? ഇല്ലല്ലോ. എന്താണ് മീനിങ്? എന്താ? നിങ്ങളുടെ തലമുടി നല്ല ഷൈനിങ് ആണ് അവിടെ. തലമുടി നല്ല ഷൈനിങ് ആയിരിക്കണം. ദ ഹെയർ നല്ല ഷൈനിങ് അല്ലെങ്കിൽ നല്ല ഗ്ലോ വേണം അല്ലേ? തിളക്കം വേണം. ഉണ്ടോ? എവിടെ നിന്നല്ലേ? രാവിലെ കുറെ എണ്ണം വാരിയിട്ട് നല്ല തിളക്കം വരും. രാവിലെ കുറെ
ഈ സ്കാച്ച് എണ്ണ ആൻഡ് ഇന്ദുലേഖ അങ്ങനത്തെ കുറെ സംഭവം തേച്ച് വേണമെങ്കിൽ തിളക്കം വരുത്താം. അല്ലേ അല്ലേ? ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരും നല്ല ലസ്തറസ് എയർ ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഓർമ്മിക്കുക. അതില്ലെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷൻ ഇല്ല. ആൻഡ് ദ ഹെയർ നല്ല ഷൈനിങ് ആൻഡ് ദ ഗ്ലോ ആയിരിക്കണം. ദ ഹെയർ നല്ല ഷൈനിങ് ഗ്ലോ ആയിരിക്കണം. ആ, ഇത്രയും ക്ലിയർ ആയ? ഇതൊക്കെയല്ലേ ഫസ്റ്റ് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ദ സയൻസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ഏതൊക്കെയാ ഫസ്റ്റ് പറഞ്ഞു തന്ന? ദീസ് ആർ ദ സയൻസ് ഓഫ് ഫിസിക്കൽ ഏതൊക്കെയാ? ഫസ്റ്റ് ഏതാ? നല്ല ഗുഡ് കോംപ്ലക്ഷൻ വേണം, സ്കിൻ ക്ലിയർ ആയിരിക്കണം, കണ്ണുകൾ നല്ല ബ്രൈറ്റ് ആയിരിക്കണം, ആൻഡ് ദ ഹെയർ എങ്ങനെയാ? ലസ്റ്ററൻസ് എന്ന് പറയുമ്പോൾ ദ ഷൈനിങ് ഹെയർ ആയിരിക്കണം. ഇത്രയും പറഞ്ഞു. ഇത്രയും മാത്രമാണോ? ഇത്രയും മാത്രമാണോ? ഇത്രയും മാത്രമാണോ? ഈ പറഞ്ഞ ബോഡിയിൽ ഫാറ്റ് എങ്ങനെ വേണം? ഇവിടെ ഈ പറഞ്ഞ ബോഡിയിൽ ഫാറ്റ് എങ്ങനെയാണ്? ദ മോഡറേറ്റ് ഫാറ്റല്ലേ ബോഡിയിൽ വേണ്ടത്? നമ്മുടെ ബോഡിയിൽ ഫാറ്റ് എങ്ങനെ വേണം? എങ്ങനെയാണ് ദ മോഡറേറ്റ് ഫാറ്റല്ലേ വേണ്ടത്? അതായത് തീരെ ലീനാവാൻ പാടില്ല, അങ്ങ് തീരെ ലീനായിരിക്കാനും പാടില്ല, ഒബീസ് ആയിരിക്കാനും പാടില്ല. അല്ലെ? തീരെ ലീനായിരിക്കാനും പാടില്ല, ഒബീസ് ആയിരിക്കാനും പാടില്ല. ശരിയല്ലേ? ശരിയല്ലേ? പിന്നെന്ത് വേണം? പിന്നെന്ത് വേണം? സൗണ്ട് എങ്ങനെ ആയിരിക്കണം? സൗണ്ട് എങ്ങനെ ആയിരിക്കും ഇവിടെ? സൗണ്ട് എങ്ങനെ വേണം? സൗണ്ട് വേണോ? സൗണ്ട് വിടുക. നോർമൽ ബ്രീത്തിങ് ആയിരിക്കണോ? ഒരാളുടെ ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കണമെങ്കിൽ സാധാരണ നോർമൽ ബ്രീത്ത് വേണ്ടേ? സാധാരണ നോർമൽ ബ്രീത്ത് എടുക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ നല്ല ഗുഡ് അപ്പിറ്റൈറ്റ് വേണ്ടേ? അതുപോലെ തന്നെ നല്ല ഗുഡ് അപ്പിറ്റൈറ്റും ആയിരിക്കണം. സൗണ്ട് ഓഫ് സ്ലീപ്പ് നോർമൽ ആയിരിക്കണം. അടുത്ത് രാത്രി നല്ല ഉറക്കം കൃത്യമായി കിട്ടുന്ന ആളായിരിക്കണം. ശരിയല്ല? രാത്രി നല്ല കൃത്യമായി ഉറക്കം കിട്ടുന്ന ആളായിരിക്കണം. അതിന് വേറെ എന്തൊക്കെ വേണം ഇവിടെ? വേറെന്ത് വേണം? ദ ബൗൽ ആൻഡ് ബ്ലാഡർ നോർമൽ പാറ്റേണിൽ ആയിരിക്കണം. ദ ബൗൽ ആൻഡ് ബ്ലാഡർ നോർമൽ പാറ്റേണിൽ ആയിരിക്കണം. ഇനി വേറെ ഉണ്ടോ? ആൻഡ് ദ മസിൽ മൂവ്മെന്റ്സ് നോർമൽ ആയിരിക്കണ്ടേ? നിങ്ങളുടെ ബോഡിയിലുള്ള മസിൽ മൂവ്മെന്റ്സ് നോർമൽ ആയിരിക്കണ്ടേ? സോ ഇപ്പോൾ ഒരാളുടെ ഫിസിക്കൽ ഹെൽത്ത് നോർമൽ ആയിരിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഏകദേശം ഇത്രയും ദ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരിക്കണം. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത് പോസ്റ്റിങ്ങിന് പോയപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടില്ലേ? പണ്ട് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ അത് പോസ്റ്റിങ്ങിന് പോയ സമയത്ത് ഒരു പേഷ്യന്റെ കിട്ടുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്കിൻ കളർ തൊട്ട് ഫിസിക്കൽ ഹെൽത്തിൽ കണ്ണുകൾ, മൂക്കുകൾ എല്ലാം നോക്കിയിട്ടില്ലേടെ? ഈ പറഞ്ഞ ആൾ നല്ല ഫാറ്റി ആണോ? ഇത് ഒബീസ് ആണോ? ലീൻ ആണോ? ഇത് ബ്രത്ത് എങ്ങനെയാണ്? സ്ലീപ്പ് സൗണ്ട് എങ്ങനെയാണ്? റെഗുലർ ബൗൾ ആൻഡ് ബ്ലാഡർ നോർമൽ ആണോ? ചോദിച്ചിട്ടില്ലേ? ഉണ്ടോ? ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആ സംഭവം അല്ലേ ഇത് പറയുന്നത്. ദ ഹെഡ് ഫുട്ട് എക്സാമിനേഷൻ അല്ലേ? ദ ഹെഡ് ഫുട്ട് എക്സാമിനേഷൻ ഉള്ള കാര്യമാണ് ഇൻ ദ ഫിസിക്കൽ ഡയമെൻഷനിൽ പറയുന്ന കാര്യം. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? ദ ഹെഡ് ഫുട്ട് എക്സാമിനേഷൻ ആണ് ഫിസിക്കൽ ഡയമെൻഷനിൽ ഫസ്റ്റ് പറയുന്ന കാര്യം. അത് ഫുള്ള് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? ആ, ഇപ്പൊ നമ്മൾ പേഷ്യന്റ് നോക്കുന്ന സമയത്ത് ഈ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അയാളുടെ കോംപ്ലക്ഷൻ എന്തായിരിക്കണം? പേഷ്യന്റ് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അയാളുടെ കോംപ്ലക്ഷൻ എന്തായിരിക്കണം? അത് നന്നായിരിക്കണ്ടേ? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പേഷ്യന്റ് നോക്കുമ്പോൾ കോംപ്ലക്ഷൻ നന്നായിരിക്കണം. ഇതിന് ശേഷമല്ല നമ്മൾ വൈറ്റൽസിലോട്ട് പോകുന്നത്. ഈ പറഞ്ഞവയെല്ലാം ഫിസിക്കൽ ഡയമെൻഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കാര്യമല്ലേ? ഫിസിക്കൽ ഡയമെൻഷനിൽ പറഞ്ഞ കാര്യമല്ല ഫസ്റ്റ് നോക്കുന്ന കാര്യമല്ലേ? ഇതിന് ശേഷമല്ലേ നമ്മൾ വൈറ്റൽ സയൻസിലോട്ട് പോകുന്നത്? ഈ പറഞ്ഞ ബർത്തും ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് കോംപ്ലക്ഷൻ, സ്ലീപ്പ് സൗണ്ട് നോക്കാൻ പോകുന്നത്. ആണോ? പറയണേ. ശേഷം മാത്രമല്ലേ? ഇതിന് ശേഷമല്ലേ? യെസ്. ആലോചിച്ച് നോക്കിയേ.
ഇത്രയും പറഞ്ഞതിന് ശേഷം മാത്രമല്ല ഈ പറഞ്ഞ പേഷ്യന്റ് എടുത്ത് പോയിട്ട് സ്ലീപ്പ് ഉറക്കം ശരിയാവുന്നുണ്ടോ, ആൻഡ് റെഗുലർ ഈ പറഞ്ഞ ബൗൾ ആൻഡ് ബ്ലാഡർ നോർമൽ ആണോ, എല്ലാം നോക്കുന്ന ശേഷമല്ലേ. ഫസ്റ്റ് ആദ്യം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന കാര്യങ്ങളെല്ലാം ചോദിക്കും. ഒരു പേഷ്യന്റിനെ കാണുന്ന സമയത്ത് ഫസ്റ്റ് ആദ്യം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോകാറുള്ളൂ. എപ്പോഴും സ്കിൻ കോംപ്ലക്ഷൻ നോക്കാറുണ്ട്, ഈ പറഞ്ഞ ബ്രൈറ്റ് ഐസ് ഉണ്ടോ നോക്കാറുണ്ട്, ആൻഡ് ഹെയർ നന്നാവും നോക്കുന്നുണ്ട്, ആൻഡ് ഫാറ്റ് ആണോ ഒബീസ് ആണോ നോക്കാറുണ്ട്, ആൻഡ് അപ്പിറ്റൈറ്റ് നോക്കാറുണ്ട്, ആൻഡ് റെഗുലർ ബൗൾ ബ്ലാഡർ നോക്കാറുണ്ട്, ആൻഡ് മസിൽ മൂവ്മെന്റ്സ് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും എന്തിലോട്ട് പോകാറുള്ളത്, വൈറ്റൽ സയൻസിലോട്ട് പോകാറുള്ളത്. ഇസ് എ ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആയോ? ഇതുപോലെ വേറെ എവിടെയും പഠിപ്പിക്കും, ഇതുപോലെ എവിടെയെങ്കിലും പറഞ്ഞു തരും. ഇത് പണ്ട് പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന കാര്യമല്ലേ, പണ്ട് ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ഇയർ കോളേജിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഒരു സ്റ്റാഫ് നഴ്സ് PSC എക്സാമിന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ പറഞ്ഞ ഹെൽത്തിന്റെ ഡെഫിനിഷൻ മാത്രം പറഞ്ഞു കേട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഫിസിക്കൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, സ്പിരിച്വൽ ഉണ്ടെന്ന് പേര് മാത്രം പഠിച്ചിട്ട് പോകാനേ പറയത്തുള്ളൂ. ഇത്രയും വർഷം പേര് മാത്രം പഠിച്ചുകൊണ്ട് പോകാൻ പറയത്തുള്ളൂ. പക്ഷെ ഇനി മുതൽ എന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? 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 ഇപ്പൊ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തെ ബാധിക്കത്തില്ലേ? അസുഖം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കാറുണ്ട്. സ്കിൻ പെയിൽ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണുകളുടെ ഷൈനിങ് നഷ്ടപ്പെടാം, ഇത് ബ്രൈറ്റ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നല്ല ഒബീസ് ആയിരിക്കുന്ന ആൾക്കാരുണ്ട്, ആൻഡ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രശ്നമുള്ള ആളായിരിക്കും, അപ്പിറ്റൈറ്റിൽ പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും, കാർഡിയ പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും, സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാകാത്ത ആൾക്കാരായിരിക്കും, ആൻഡ് മസ്കുലർ പ്രോബ്ലം ഉള്ള ആൾക്കാരായിരിക്കും, ആൻഡ് മസിൽ കോർഡിനേഷൻ കാണാത്ത ആൾക്കാരുണ്ടായിരിക്കും. സോ ഒരു അസുഖം വന്നാൽ ഈ പറഞ്ഞവയെല്ലാം ബാധിക്കത്തില്ലേ? ഒരു അസുഖം വന്നാൽ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യം തൊട്ട് ഫിസിക്കൽ ഹെൽത്തിൽ സ്കിൻ കളർ തൊട്ട് ആൻഡ് ഗുഡ് കോംപ്ലക്ഷൻ തൊട്ട് അവസാനം മസിൽ മൂവ്മെന്റ് പോലുള്ള കാര്യങ്ങളെ ബാധിക്കത്തില്ലേ? അസുഖം വന്നാൽ ഇവയെല്ലാം ബാധിക്കത്തില്ലേ? അപ്പോൾ ആലോചിക്കണം. ഇപ്പോൾ ഒരാൾ ഫിസിക്കലി വെൽബീങ് എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇസ് എ ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയി. ഇനി അടുത്ത ഡൈമെൻഷൻ ഏതാണ്? ഫിസിക്കൽ കിട്ടി. വേറെ ഏതാ? അടുത്ത നെക്സ്റ്റ് ഫിസിക്കൽ കഴിഞ്ഞോ? അടുത്തതാ ഇത് മെന്റൽ. അടുത്ത ഡൈമെൻഷൻ ഏതാ? മെന്റൽ ഡൈമെൻഷൻ. മെന്റൽ എന്താണ് സംഭവം? എന്താ മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മെന്റൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെന്റൽ ഡയമെൻഷൻ രണ്ടാമത്തതാണ്. ഇത് മെന്റൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഈ പറഞ്ഞ മെന്റൽ ഡയമെൻഷൻ നോക്കാൻ പോകുന്നത്? അവിടെ വളരെ കൃത്യമായി നോക്കോടെ ഇത് മെന്റൽ ഹെൽത്ത് നോക്കോ അവിടെ വളരെ കൃത്യമായിട്ട് നോക്കും. ഈ മെന്റൽ ഹെൽത്ത് നോക്കാറുണ്ടോടെ? അപ്പോ ഈ ഫസ്റ്റ് ഹെൽത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ? ഫസ്റ്റ് ഈ പറഞ്ഞ ഹെൽത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം ഒരു വാക്ക് പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഡിസീസ് എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇറ്റ് ഇസ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഡിസീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വരുമ്പോ എങ്ങനെ പറയും? ഇറ്റ് ഇസ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ മെന്റൽ ഡിസീസ് എന്ന് പറയാറില്ലേ? സോ ഇവിടെ വരുമ്പോൾ ആസ് പെർ ദ WHO പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ മെന്റൽ ഡിസീസ് എന്ന് പറയും. ഒരു മെന്റൽ ഡിസീസ് ഇല്ലാത്തവർക്ക് മാത്രം ഈ പറഞ്ഞ മെന്റൽ ഡയമെൻഷൻ നോക്കാം ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ഇപ്പൊ ഒരാൾക്ക് ഈ പറഞ്ഞ ഇറ്റ് മെന്റൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണോ നമ്മൾ നോക്കുന്നത്? പറഞ്ഞേ, ഇത് മെന്റൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണോ നമ്മൾ മെന്റൽ ഡയമെൻഷൻ നോക്കുന്നത്? യെസ് ഓർ നോ? അല്ലല്ലോ. നമുക്ക് എല്ലാവരും നോക്കാറില്ലേ? എല്ലാവരും നോക്കൂടെ? പറഞ്ഞെങ്ങനെ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫാമിലി പ്രശ്നം വന്നാലും ഇതിനെ ബാധിച്ചൂടെ? നിങ്ങളുടെ വീട്ടിൽ ഒരു ഫാമിലി പ്രശ്നം വന്നാലും ഇതിനെ ബാധിച്ചൂടെ? നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വീട്ടിൽ ഒരു ഫാമിലി പ്രശ്നം വന്നു,
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മളെല്ലാരും വിചാരിക്കും പോലെ ദ ഫാമിലി ദ ബഡ്ജറ്റ് അത് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് മെന്റലി ഡൗൺ ആയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മെന്റലി ഡൗൺ ആയിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും പോലെ ഫാമിലി ബഡ്ജറ്റ് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ മെന്റലി തളർന്നു പോയിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, സത്യം പറയണം. ഉണ്ടോ? ആൻസർ മീ. ചെലവാ പറയണം. യെസ് അല്ലേ? യെസ് അല്ലേ? യെസ് അല്ലേ? യെസ് അല്ലേ? നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റ് കൃത്യമായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും മെന്റലി ഡൗൺ ആയിട്ടുണ്ടോ? ഉണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഈ പറഞ്ഞ സ്കിസോഫ്രീനിയോ ഓർ ദ മേനിയോ പോലുള്ള അസുഖം ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് സ്കിസോഫ്രീനിയോ ഓർ ദ മേനിയെ പോലുള്ള അസുഖം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. പക്ഷെ അവിടെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ ഫാമിലി കൃത്യമായി നോക്കാൻ പറ്റിയില്ല. ഫാമിലി കൃത്യമായി നോക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ തളർന്നു പോയാൽ അത് ഈ പറഞ്ഞ മെന്റൽ ഡയമെൻഷനെ ബാധിക്കില്ലേ? ആ പറഞ്ഞത് ഇത് മെന്റൽ ഡയമെൻഷനെ ബാധിക്കില്ലേ? ബാധിക്കതില്ലേ? ബാധിക്കും. അതുപോലെ തന്നെ സൈക്യാട്രിക് അസുഖം വരണമെന്നില്ല, അസുഖങ്ങൾ വരണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു ലോസ് സംഭവിച്ചു, ഒരു ചെറിയൊരു ഗ്രീഫ് സംഭവിച്ചാലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ചുകൂടെ? അല്ലെങ്കിൽ ഈ പറഞ്ഞ മെന്റൽ ഡയമെൻഷനെ ബാധിച്ചുകൂടെ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ലോ സംഭവിച്ചു, ആ സമയത്തും അതും ഈ പറഞ്ഞ മെന്റൽ ഡയമെൻഷനെ ബാധിക്കാം. സോ അപ്പൊ അസുഖം ഉണ്ടാകണമെന്നില്ല അല്ലേ? അസുഖം ഉണ്ടാകണമെന്നില്ല. അതല്ലാതെ തന്നെയും നിങ്ങളുടെ എല്ലാവരുടെയും മെന്റൽ ഡയമെൻഷനെയും ബാധിക്കാം. സോ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇതിന്റെ ഈ പറഞ്ഞ മെന്റൽ ഡയമെൻഷന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ an individual and the surrounding of the world ആണോ? It's a balance between individual and the surrounding of the world ആണോ? ആണല്ലേ? ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബാലൻസിനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം അതായിരിക്കും. ഒരു വ്യക്തിയും ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബാലൻസിനെ വിളിക്കുന്ന പേര് ദ മെന്റൽ ഡയമെൻഷൻ അല്ലേ? മെന്റൽ ഡയമെൻഷൻ ശരിയല്ലേ? ശരിയല്ലേ? ഒരു വ്യക്തിയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബാലൻസിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കും? എന്ത് വിളിക്കാം? പറയണം. ഒരു വ്യക്തിയും ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബാലൻസിനെ വിളിക്കുന്ന പേരെന്താ? യെസ്, ഇറ്റ് ഈസ് ദ മെന്റൽ ഡയമെൻഷൻ വിളിക്കുക അല്ലേ? മെന്റൽ ഡയമെൻഷൻ വിളിക്കുക. ഇതിൽ പറഞ്ഞ ക്ലിയർ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ പറഞ്ഞൊരു യുദ്ധത്തിനെ പറ്റി കേൾക്കുന്നില്ലേ? 6-7 മാസമായിട്ട് ഈ പറഞ്ഞ ഇസ്രായേലും ഓർത്ത പലസ്തീൻ യുദ്ധം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏതായിരിക്കും? ഈ പറഞ്ഞ ഫിസിക്കൽ ആൻഡ് മെന്റൽ അല്ലേ? അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കും ഫിസിക്കൽ മെന്റൽ അല്ലേ? അല്ലേ? ആരോടെ? അപ്പൊ ശരിക്കും അസുഖം വരുന്നുണ്ടോ? ശരിക്കും ഒരു അസുഖം വരുന്നുണ്ടോ? ഇല്ല. ശരിക്കും ഒരു അസുഖം വരണമെന്നില്ല. ആലോചിച്ച് നോക്കുക. ഇത് മെന്റൽ ഡയമെൻഷൻ പ്രശ്നം വരണമെങ്കിൽ ശരിക്കും ഒരു അസുഖം വരണമെന്നില്ല. ശരിയല്ലേ? അപ്പൊ എന്താ ഇത് ഡെഫിനിഷൻ എന്താ? ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സറൗണ്ടിങ് ഓഫ് ദ വേൾഡ് എന്ന് കേൾക്കുമ്പോ അപ്പൊ എന്തായിരിക്കും? ഇപ്പോൾ ഇസ്രായേലിനെ പലസ്തീനെ ആലോചിച്ചുകൊണ്ട് ഉത്തരം എന്തായിരുന്നു? ദ മെന്റൽ ഡയമെൻഷൻ. ഓർമ്മ വരോ? ചോദിച്ചെഴുതോ. ഇത് ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സറൗണ്ടിങ് ഓഫ് ദ വേൾഡ് എന്ന് ചോദിച്ചാൽ എന്ത് ഓർമ്മ വരും? ദ മെന്റൽ ഡയമെൻഷൻ ഓർമ്മ വരും. യെസ്. ക്ലിയർ ആണ്.
ഇത്രയും ക്ലിയർ ആയ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആയ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആയ? ഇനി ഇതേ സംഭവം നമുക്ക് വേറെ എങ്ങനെ പറയാം? ഇതേ ഡയമെൻഷനെ വേറെ എങ്ങനെ പറയാം? ഇതേ ഡയമെൻഷനെ വേറെ എങ്ങനെയും പറയാൻ പറ്റും? ഇതേ മെന്റൽ ഡയമെൻഷനെ വേറെ എങ്ങനെയും പറയാൻ പറ്റുമോ? ആലോചിച്ച് പറയുക. ഇത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ ഫ്രീ ഫ്രം ദി ഇന്റേണൽ കോൺഫ്ലിക്ട് ഇത് ഫ്രീ ആയാൽ പറയാൻ പറ്റും. ഇപ്പൊ ഒരാൾ എടുക്കുമ്പോൾ ഇന്ത്യകളുടെ കോൺഫ്ലിക്റ്റ് ആണ് പ്രശ്നമെങ്കിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂടെ? പറയാൻ പറ്റുമോ? എസ് ഓർ നോ? എസ് ഓർ നോ? പറ്റോ? എസ് ഓർ നോ? ശരിക്കും പറഞ്ഞ നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം ഹാർമോണി വേണ്ടേ? ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം ഹാർമോണി വേണം. ശേഷമാണ് എന്താണ് മറ്റുള്ളവരുടെ ഉള്ളിലും ആ ഒരു ഹാർമോണി ഉറപ്പായി വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഒരാൾ എപ്പോഴും ഇത് മെന്റലി ബാലൻസ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ മാത്രം ഇത് മെന്റലി സ്ട്രോങ് ആയിരുന്നാൽ മാത്രം പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളുടെ വീടെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ഫാമിലിയിൽ ഇപ്പൊ നിങ്ങൾ മാത്രം മെന്റലി സ്ട്രോങ് ആയിരുന്നാൽ മാത്രം അവിടെ എല്ലാം ഓക്കെ ആവോ? ആലോചിച്ച് പറയുക. ഈ പറഞ്ഞ ബാക്കി എല്ലാവരും നല്ല സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മെന്റലി സ്ട്രോങ് ആയിരിക്കുമോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം നല്ല സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇത് മെന്റലി ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇരിക്കില്ല. സോ അത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇതും ക്ലിയർ ആയല്ലോ. സോ ദ മെന്റലും ക്ലിയർ ആയി. അടുത്തേതാ? സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? ആർക്കുറേ? എന്നും ഒരു കാര്യം ചോദിക്കും. നിങ്ങൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ? എന്ത് പ്രശ്നം വന്നാലും അവിടെ ഒരു കുലുക്കം കാണത്തില്ല. എന്ത് പ്രശ്നം വന്നാലും ഒരു കുലുക്കം ഉള്ള ആൾ കണ്ടിട്ടുണ്ടോ? എന്ത് പ്രോബ്ലം വന്നാലും അത് നന്നായിട്ട് ഫേസ് ചെയ്യാൻ ആൾ കണ്ടിട്ടുണ്ടോ? എന്ത് പ്രശ്നം വരട്ടെ, മെന്റലി എന്ത് പ്രശ്നം വരട്ടെ, ആ ഒരു പ്രോബ്ലത്തെ നന്നായിട്ട് ഫേസ് ചെയ്യാൻ ആൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോടെ? നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ എന്താണ് ഇന്ന് നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒരു കാര്യം പഠിക്കാറുണ്ട്. ദ റോയ്സ് അഡാപ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും ഇൻ ദ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ദ റോയ്സ് അഡാപ്റ്റേഷൻ മോഡൽ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അവിടെ നഴ്സിംഗിൽ ഒരു തിയറി ഉണ്ട്. ഇന്ന് നഴ്സിംഗിൽ ഒരു തിയറി ഉണ്ട്, ഫൗണ്ടേഷൻ തിയറിയാണ് ദ റോയ്സ് അഡാപ്റ്റേഷൻ മോഡൽ എന്ന് പറയും. ആരാ കൊണ്ടുവന്നത്? ഇത് കലിസ്റ്റ റോയല്ലേ? അതെങ്ങനെയാ പറയുന്നത്? അവിടെ എങ്ങനെയാ പറയുന്നത്? ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നായിരിക്കും അല്ലെ ആ ദ തിയറി പറയുന്നുണ്ട്. ഇത് കലിസ്റ്റ റോയ് പറയുന്ന ദ റോയ്സ് അഡാപ്റ്റേഷൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പ്രശ്നം നമ്മുടെയോട്ട് വരുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ എങ്ങനെ ഇത് ഫേസ് ചെയ്യണം, ശരിയല്ലേ? അതൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കണം, ആ പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ഒരു തിയറി പറയുന്നത്. ശരിയാണല്ലോ? ഇൻ ദ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന ദ റോയ്സ് അഡാപ്റ്റേഷൻ മോഡൽ അല്ലെങ്കിൽ ദ കലിസ്റ്റ റോയുടെ ദ തിയറിയിൽ പറയുന്ന കാര്യം എന്താ? ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യണം, ഫേസ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകണം. ദ പോസിറ്റീവ് ഹെൽത്ത് ഉണ്ടാക്കണം എന്നല്ലേ? ശരിയല്ലേ? ഒരു പോസിറ്റീവ് ഹെൽത്ത് ഉണ്ടാക്കണം എന്നല്ലേ? ആരെവിടെ പഠിച്ചിട്ടുണ്ടോ കാര്യം? ആരെങ്കിലും എവിടെയും പഠിച്ചിട്ടുണ്ടോ? ആ, ഉണ്ട്. ഓ യെസ്. ഇത്രയും ക്ലിയർ എവിടെ? ഇപ്പൊ നിങ്ങൾ പ്രശ്നം വരുന്ന സമയത്ത് എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്. സാർ ഞാൻ സ്റ്റാർട്ടിങ്ങിനെ പഠിക്കണം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇപ്പൊ ഈ കൂട്ടത്തിനകത്ത് പലരും മെസ്സേജ് ഉണ്ട്, സ്റ്റാർട്ടിങ് എവിടെ പഠിക്കണം, ഞാൻ ഈ എക്സാമിന് ഫസ്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിന് സൊല്യൂഷൻ പറഞ്ഞു തരാമോ ചോദിച്ചിട്ടുണ്ടോ? എന്റെ അടുത്ത് പറഞ്ഞ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ സാർ? ഈ പറഞ്ഞ എക്സാം എങ്ങനെ
ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാം. ഉണ്ടോ? ഉണ്ട് ഉണ്ട്, വളരെ ഉണ്ട്, വളരെ ഉണ്ട്, വളരെ ഉണ്ട്. ഈ കൂടുതൽ കുറെ ആൾക്കാരുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഇസ് ദ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കണം. ഫസ്റ്റ് നിങ്ങളുടെ എന്താണ് ഈ ഒരു എക്സാമിന് ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് 100% കോൺഫിഡൻസ് ആയിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദ മെന്റൽ ഡയമെൻഷൻ ഓക്കെ ആയിട്ട് ഫസ്റ്റ് ഈ പറഞ്ഞ എക്സാം എഴുതാൻ പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ദ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവണ്ടേ? ഓക്കെ ആവണ്ടേ? ഓക്കെ ആവണ്ടേ അല്ലേ? ദ ഫിസിക്കൽ ഡയമെൻഷൻ ഓക്കെ ആവണ്ടേ? ഫിസിക്കൽ ഡയമെൻഷൻ ഓക്കെ ആവണ്ടേ? ഫിസിക്കൽ ഡയമെൻഷൻ ഓക്കെ ആവണ്ടേ? ഓക്കെ ആണ്. ആലോചിച്ചാൽ മതി. ഇനി വരാൻ പോകുന്ന എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇത് മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം, ഫിസിക്കൽ ഡയമെൻഷൻ ഓക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ എന്ത് ഓക്കെ ആവണം? നിങ്ങളുടെ ഫാമിലി ഓക്കെ ആവണ്ടേ? ഫാമിലി ആൻഡ് ചുറ്റുപാട്, ഫാമിലിയും ചുറ്റുപാടും ഒക്കെ ഇരുന്നാലേ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഫാമിലിയും ചുറ്റുപാടും ഓക്കെ ആയിരുന്നാൽ മാത്രമല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ വയനാട്ടിൽ ഈ സംഭവം സംഭവിച്ചു. ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഇനി ഇത് പഠിക്കാൻ നേരം പറ്റുമോ? അവിടെ ഉള്ളവർക്ക് ഇനിയുള്ള എക്സാം കൃത്യമായി പഠിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം വരുന്നത് ഇത് സോഷ്യൽ ഡയമെൻഷൻ ഒന്നുകൂടെ, ആ ഒരു സംഭവം വരുന്നത് ഇത് സോഷ്യൽ ഡയമെൻഷനിൽ വന്നൂടെ? വരാവോ ഇല്ലയോ? അത് വരുന്നത് സോഷ്യലിൽ മാത്രമാണോ? സോഷ്യലിൽ മാത്രമാണോ? ഫിസിക്കൽ ഡയമെൻഷനിൽ വരാറില്ലേ? ആ ഒരു അവിടെ നിന്നുള്ള സംഭവം ഫിസിക്കൽ ഡയമെൻഷനിൽ വരാം, ആൻഡ് ദ മെന്റൽ ഡയമെൻഷനിൽ വരാം, സോഷ്യലിൽ വരാം, ഈ പറഞ്ഞ ബാക്കി എല്ലാത്തിലും വരുന്നൂടെ ഇമോഷണൽ ഡയമെൻഷനിൽ വരാം. എല്ലാ ഡയമെൻഷനിലും ഉൾപ്പെടുന്ന സംഭവം അല്ലേ? ശരിയല്ലേ? ചോദിക്കാം, ഇത് കണക്ട് ചെയ്ത് ചോദിക്കാം. എല്ലാ ഡയമെൻഷനിലും വന്നുകൂടെ? ശരിയല്ലേ? ആലോചിച്ച് നോക്കുക. സോ ദ സോഷ്യൽ ഡയമെൻഷൻ പറഞ്ഞതായിരിക്കും. നോക്കാം, അടുത്ത് നോക്കാം. സോഷ്യൽ ഡയമെൻഷൻ എന്താ? സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ സോഷ്യൽ ഡയമെൻഷൻ? ആലോചിച്ച് പറയുക. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു തരണമെങ്കിൽ സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ അയാളുടെ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാമിലി ആയിക്കോട്ടെ, ആൻഡ് ദ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആൻഡ് ദ ബന്ധുക്കൾ ആയിക്കോട്ടെ, ആൻഡ് ദ കമ്മ്യൂണിറ്റിയുള്ള മറ്റുള്ളവരുമായി ആയിക്കോട്ടെ, അതിൽ അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആൻഡ് ദ ക്വാളിറ്റി ആണോടെ? അതിനെ ബന്ധിച്ചിരിക്കുമോ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമോ? ഇപ്പോൾ നിങ്ങൾ എടുക്കുക, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ എടുക്കുക. ഇപ്പൊ നിങ്ങളാണ് അയാൾ ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ആൻഡ് ബന്ധുക്കളുമായിട്ടോ കമ്മ്യൂണിറ്റികളുടെ മറ്റുള്ളവരുമായിട്ടോ അവിടെ ഉണ്ടാക്കുന്ന ദ ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റീസ് ഉൾപ്പെടുന്നതാണോ? ഉൾപ്പെടുന്നതാണോ? The quantities and the qualities of the relationship-നെ ഡിപ്പെൻഡ് ചെയ്താണോ? ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോഷ്യൽ ഡയമെൻഷൻ. യെസ് ഓർ നോ? യെസ് ഓർ നോ? ചെയ്തിരിക്കുമല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പലർക്കും പല രീതിയിലാണ്. ചില ആൾക്കാർ ഫാമിലി മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ചില ആൾക്കാർ ഫാമിലി മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചില ആൾക്കാർ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെ? സൊസൈറ്റിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഈ രണ്ടിലും ചില ആൾക്കാർക്ക് ഇതെന്താ ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും, സംസാരം ബാക്കിയുമായിട്ട് വളരെ കുറവായിരിക്കും. കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് ദ ഫ്രണ്ട്സ് സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരം കുറവായിരിക്കും, ഫ്രണ്ട്സ് കുറവായിരിക്കും, ഈ പറയും ബാക്കി റിലേഷൻഷിപ്പ് എല്ലാം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അസുഖമുണ്ടെന്ന് പറയാൻ പറ്റും? അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് പറയാൻ പറ്റോ? പറ്റില്ല. കാരണം എന്താ? അയാൾക്കുള്ള ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഹാപ്പി അല്ലേ? ഇപ്പം ഇത് വളരെ കുറച്ച് 4-5 ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അയാളുടെ ചുറ്റുപാടിൽ ഹാപ്പി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ.
ആ സോഷ്യൽ ഡൈമെൻഷൻ ഓക്കെ അല്ലേ? അയാൾക്കുള്ള 1, 2, 3 ഫ്രണ്ട്സുമായിട്ട് സൊസൈറ്റിയുമായിട്ട് അയാൾ ഹാപ്പി ആണെങ്കിൽ സോഷ്യൽ ഡയമെൻഷൻ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ എല്ലായിടത്തും സംസാരിക്കുന്നുണ്ടോ? എല്ലായിടത്തും ഓടി നടന്ന് സംസാരിക്കുന്നുണ്ടോടെ? ഉണ്ടോടെ? എല്ലാ ആൾക്കാരുമായിട്ട് ഓടി നടന്ന് സംസാരിക്കണം എന്നില്ല. ഇഷ്ടംപോലെ ബന്ധങ്ങൾ സ്ഥാപിക്കണം എന്നില്ല, അല്ലേ? പക്ഷേ അയാൾക്ക് ഉള്ള ബന്ധങ്ങൾ അയാൾ എപ്പോഴും എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അയാൾക്ക് ഉള്ള ബന്ധങ്ങളിൽ, ഇപ്പോൾ ഒരാൾക്ക് ഉള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ അയാൾ ഹാപ്പി ആണെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, സോഷ്യൽ ഡയമെൻഷൻ ഇസ് ദ ഹെൽത്തി അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലിയിൽ പലരും തന്നെ ഇത് കുടുംബം മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കേട്ടോ? ഇപ്പൊ ചില ആൾക്കാർ, നിങ്ങൾക്ക് അറിയാവുന്ന പല ആൾക്കാരും ഇത് കുടുംബം മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയാം. ഉണ്ടോ? അറിയാം. സത്യം പറയട്ടെ. നിങ്ങളാണോ? നിങ്ങളാണോ? എനിക്ക് കുടുംബം മാത്രം എന്ന് ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളാണോ? സത്യം പറയണേ. സത്യം പറയണോ? ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ടോടെ? ഉണ്ടോടെ? പറയാം. എല്ലാരും പറയല്ലേ? ഉണ്ടോ? പറയും കുടുംബം മാത്രം എന്ന് പറഞ്ഞുണ്ട്. ഉണ്ടോടെ? അത് ഉണ്ടെങ്കിലും, അങ്ങനെ ഉണ്ടെങ്കിൽ ആലോചിക്കുക, ഇത് കുടുംബം മാത്രം ഉണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളായാലും അയാൾ അതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അയാൾ എത്രത്തോളം ഹെൽത്തി ആണ്, അത് മാത്രം പോരെ. അയാളുടെ സോഷ്യൽ ഡയമെൻഷൻ ഓക്കെ ആയിരിക്കണമെങ്കിൽ ആ ഒരു കുടുംബം മാത്രം മതി. അതിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണ്, അതിൽ അയാൾ ഹെൽത്തി ആണെങ്കിൽ അയാളുടെ സോഷ്യൽ ഡയമെൻഷൻ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ഇപ്പോൾ ഒരാൾക്ക് ഫാമിലി മാത്രം നോക്കിയാലും മതി. അയാൾ അതിൽ എത്രത്തോളം ഹാപ്പി ആണ്, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, എത്രത്തോളം ഹെൽത്തി ആണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ പോരെ. സോഷ്യൽ ഡയമെൻഷൻ പെർഫെക്റ്റ് ആണ്. അല്ലാതെ ഒരുപാട് സുഹൃത്തുക്കൾ വേണോ? ഒരുപാട് ബന്ധങ്ങൾ വേണോ? ഇല്ല, ഇല്ല. സിമ്പിൾ ആയിട്ട് ഒരാൾ മറ്റൊരാളുമായിട്ടുള്ള ബന്ധം അത് നല്ല ഹെൽത്തി ആണെങ്കിൽ സോഷ്യൽ ഡയമെൻഷൻ ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങളും എന്താ ഹസ്ബൻഡും അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഓക്കെ ആണെങ്കിൽ ആ ഒരു ബന്ധം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഈ പറയാം ഹസ്ബൻഡുമായിട്ട് എന്നും അടിയാണെങ്കിൽ ഓക്കെ ആയിരിക്കും അവിടെ? ഹസ്ബൻഡുമായിട്ട് എന്നും വഴക്കാണ്, അടിയാണെങ്കിൽ സോഷ്യൽ ഡയമെൻഷൻ ഓക്കെ ആയിരിക്കോ? സോഷ്യലും ഓക്കെ അല്ല, ഫിസിക്കലും ഓക്കെ അല്ല, ആൻഡ് മെന്റലും ഓക്കെ അല്ല. ശരിയല്ലേ? ഹസ്ബൻഡുമായിട്ട് പ്രശ്നമാണെങ്കിൽ, ഫാമിലിയുമായിട്ട് പ്രശ്നമാണെങ്കിൽ ഫിസിക്കലും ഓക്കെ അല്ല, മെന്റലും ഓക്കെ അല്ല, സോഷ്യലും ഓക്കെ ആയിരിക്കത്തില്ല. ശരിയല്ലേ? അപ്പൊ ആലോചിക്കുക, കുറെ എണ്ണത്തിലല്ല കാര്യം. ആലോചിച്ച് നോക്കി, ഇവിടെ കുറെ എണ്ണ ആവശ്യമുണ്ടോ? ഇപ്പോൾ കുറെ ആൾക്കാർ ആവശ്യമുണ്ടോ? ഇവിടെ എണ്ണത്തിലല്ല കാര്യം, പക്ഷെ അവിടെ ഉള്ള ബന്ധങ്ങൾ അത് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നാണ് സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഒരു വാക്ക് വന്നത്, ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. കണ്ടോ ആരെങ്കിലും ആ ഒരു വാക്ക് ശ്രദ്ധിച്ചവരെങ്കിലും? ദ ക്വാണ്ടിറ്റി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്നൊരു വാക്ക് കണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, അവിടെ ഒരുപാട് എണ്ണത്തിലല്ല കാര്യം, ഒരുപാട് എണ്ണം ആവശ്യമില്ല. അവിടെ ഉള്ള നമ്പറിൽ, ഉള്ള എണ്ണത്തിൽ, ഉള്ള നമ്പറിൽ അയാൾ ആ ഒരു ബന്ധത്തിൽ അവിടെ എത്രയാണോ സാറ്റിസ്ഫൈഡ്, അതെങ്ങനെ സൂക്ഷിക്കുന്നു, അതിനെ പറയുന്നു ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഇന്റർപേഴ്സണൽ ടൈസ് എന്ന് പറയാറുണ്ട്. ഇസ് എ ക്ലിയർ? വാക്കിന്റെ മീനിങ് ഫുൾ കിട്ടിയോ? വാക്കിന്റെ മീനിങ് ഫുൾ കിട്ടിയോടെ? സിമ്പിൾ ആണ്. ഒരാൾ അയാളുടെ ഈ പറഞ്ഞ ബന്ധം അത് എത്ര ഹെൽത്തി ആണോ നോക്കണമെങ്കിൽ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും കുട്ടികളായാലും അവിടെ ഇഷ്ടംപോലെ എണ്ണത്തിന്റെ ആവശ്യമില്ല. ഉള്ള എണ്ണത്തിൽ അയാൾ ഹാപ്പി ആയിരിക്കണം, ഇത് ഹെൽത്തി ആയിരിക്കണം. അതെങ്ങനെ സൂക്ഷിക്കുന്നു, അതിനാണ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഇന്റർപേഴ്സണൽ ടൈസ് എന്ന് പറയുന്നത്. ഇസ് എ ക്ലിയർ? 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 ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഫുൾ ടൈം പരസ്പരം 2-3 ഫോണും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരുന്നാൽ സോഷ്യൽ ഡയമെൻഷൻ ഒക്കെ ആയിരിക്കും? അവിടെ ഇൻവോൾവ്മെന്റ് കുറവാണ്. ചില സമയത്ത് ഇൻവോൾവ്മെന്റ് പരസ്പരം കുറവായിരിക്കും.
അവിടെ ഓക്കെ അവിടെ ഇല്ല ഇല്ലല്ലോ. ദ ക്വാണ്ടിറ്റി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ? ദ ക്വാണ്ടിറ്റി, സംസാരവും ഇല്ല, ഒരു പെരുമാറ്റവും ഇല്ല, കുറവായിരിക്കും. സോ അത് മറക്കണം. ആ ഒരു വാക്ക് മാത്രം ഓർമ്മിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഇപ്പൊ നിങ്ങൾ തന്നെ എടുക്കാം. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കാണും അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ല. പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ചിലർക്ക് നമ്മളെ തന്നെ അറിയാം, അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഒന്നില്ലെന്ന് അറിയായിരിക്കും. പക്ഷെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. പക്ഷെ ആ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് മതി അല്ലേ? അത് മതിയില്ലേ? അതുപോലെ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ വേണമെന്നില്ല, ഫ്രണ്ട്സ് വേണമെന്നില്ല. ഉള്ള ഒന്നോ രണ്ടോ ആൾക്കാർ എന്ത് ചെയ്യുക, നല്ല ക്വാണ്ടിറ്റിയോടെയും ക്വാളിറ്റിയോടെയും വരുമ്പോൾ രണ്ട് മതിയല്ലോ. ഫോർ എക്സാമ്പിൾ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ് എടുത്താൽ മതി. അവർ എത്രത്തോളം ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റിയോടെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം മതി. ക്ലിയർ? ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ? എങ്ങോട്ട് പോയി? എക്സാമ്പിൾ ആണ്. ഇങ്ങനെ പഠിക്കാവോ? കുറെ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റോ? ഇല്ല. മാത്രമല്ല ഇത്രയും മതി. സോ ഇത്രയും ക്ലിയർ, ഇത്രയും ഡയമെൻഷൻ ക്ലിയർ. ഇനി വേറെ ഉണ്ടോ? ഇനി വേറെ ഡയമെൻഷൻ ഉണ്ടോ? സ്പിരിച്വൽ ഏതാ? സ്പിരിച്വൽ എന്ന് പറഞ്ഞത്, സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫോർത്ത് ഓൺ. സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മിക്കണം. ഫസ്റ്റ് എന്ത് ഓർമ്മിക്കും? ആസ് പെർ ദ WHO എത്ര ഡയമെൻഷൻ ഉണ്ട്? ആസ് പെർ ദ WHO എത്ര ഡയമെൻഷൻ ഉണ്ട്? 3 ഏതൊക്കെയായി? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. 3 മൂന്നെണ്ണല്ലേ? ആസ് പെർ ദ WHO 3. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. മറക്കരുത്. ഇനി ബാക്കി പറയാൻ പോകുന്നതെല്ലാം ഓർമ്മിക്കണം, പഠിച്ചിരിക്കണം. അതേ ഫസ്റ്റ് 3 ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അടുത്ത് സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിച്വൽ ആലോചിച്ച് പറയുക. വിശ്വാസമാണോ? ഒരാളുടെ വിശ്വാസമാണോ സ്പിരിച്വൽ എന്ന് പറയുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ദൈവവിശ്വാസം മാത്രമാണോ? ഒരാളുടെ ദൈവവിശ്വാസം മാത്രമാണോ? ആണോ? സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ദ റിലീജിയൻ വേണോടെ? സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ദ റിലീജിയൻ വേണോ? വേണ്ടല്ലോ. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് റിലീജിയൻ വേണ്ട. പക്ഷെ എന്തൊക്കെ വേണം? ഇന്റഗ്രിറ്റി വേണം, ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ്, കമ്മിറ്റ്മെന്റ് ആൻഡ് ദ പർപ്പസ് ഇൻ ദ ലൈഫ് ആൻഡ് ദ ബിലീഫ് ഇൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എപ്പോഴും സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എപ്പോഴും ഇന്ന മതത്തിലോട്ട് കൊണ്ടുപോകും. ശരിയല്ലേ? ഇത് എക്സാം ഹാളിരിക്കുമ്പോഴും സ്പിരിച്വാലിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിലോട്ട് പോകും, ഇന്ന മതത്തിലോട്ട് പോകും. പക്ഷെ അതാണോ? അല്ല. ഇത് നിങ്ങൾ വേറെ പഠിക്കുന്നറിയാമോ? ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കുമെന്ന് പറയാറുണ്ടോ? ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് നമുക്ക് ശിക്ഷ കിട്ടും എന്ന് പറയാറുണ്ട്. അതൊരു വിശ്വാസമല്ലേ? അതൊരു ബിലീഫ് അല്ലേ? ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ കിട്ടും, അതൊരു ബിലീഫ് അല്ലേ? പക്ഷെ നമുക്കറിയാം ഒരു ശിക്ഷ കിട്ടുന്നില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ അതിനെ ആ പറഞ്ഞ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യാറില്ലേ? നമുക്കറിയാം അങ്ങനെ തെറ്റ് ദൈവം ശിക്ഷിക്കാറില്ലെന്ന് അറിയാം. എങ്കിലും ആ പറഞ്ഞ ബിലീഫ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ടോ? അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഒരു ചട്ടക്കൂടല്ലേ? ആണോ ഇല്ലയോ? ഒരു സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചട്ടക്കൂടല്ലേ? സോഷ്യൽ കൺട്രോൾ വേണ്ടിയല്ലേ? സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എപ്പോഴും സ്പിരിച്വൽ ഡയമെൻഷൻ ഉള്ളത്. മറക്കരുത്.
സോഷ്യൽ സോഷ്യൽ കൺട്രോൾ. സോഷ്യോളജി പഠിക്കില്ലേ വാക്ക്? ഇത് സോഷ്യോളജിയിൽ ഒരു വാക്ക് പഠിക്കും, ദ സോഷ്യൽ കൺട്രോൾ. അറിയാം ആർക്കെങ്കിലും? ദ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കും ദ സോഷ്യൽ കൺട്രോൾ വാക്ക് അവിടെ പഠിക്കും. അതേ സംഭവമാണ് ഇവിടെ ദ സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെ? സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കുന്ന നമ്മൾ സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് അവിടെ കൃത്യമായി ഇന്റഗ്രിറ്റി ഉണ്ടാകണം. ശരിയല്ലേ? 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 ശരിയാണോ ഇല്ലയോ? അവിടെ നമ്മൾ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കൃത്യമായി ഫോളോ ചെയ്യണം. കുറെ എത്തിക്സ് ഇല്ലേ അവിടെ? അവിടെ കുറെ എത്തിക്സ് നമ്മൾ ഇത് കമ്മിറ്റഡ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറെ എത്തിക്സിന് നമ്മൾ കമ്മിറ്റഡ് അല്ലേ? നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസിനെയും കുറെ എത്തിക്സിനെയും നമ്മൾ കമ്മിറ്റഡ് അല്ലേ? ഉണ്ടോ? 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 ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രാഹ്മിൺസിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ ഈ പറഞ്ഞ എത്തിക്സ് കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഈ പറഞ്ഞ ബ്രാഹ്മിൺസിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ കൺസെപ്റ്റും ആൻഡ് എത്തിക്സും കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടോ? 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 ഈ പറഞ്ഞ ഇത് ബ്രാഹ്മിൺസിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ് ഒക്കെ ഉണ്ടോടെ? ഉണ്ടോടെ? അവരുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡ് അല്ലേ അവയുടെ പ്രിൻസിപ്പിൾ അല്ലേ? അവരുടെ ഈ പറഞ്ഞ പ്രിൻസിപ്പിളിന്റെ ഭാഗമല്ലേ? ഈ പറഞ്ഞ ഫുഡ് കഴിക്കുന്നതും ആൻഡ് ലൈഫ് സ്റ്റൈലും ഒക്കെ അവരുടെ പ്രിൻസിപ്പിളിന്റെ ഭാഗമല്ലേ? ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ല, ആൻഡ് നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതലായിട്ട് ഇത് മോർണിംഗിൽ പ്രാർത്ഥന വേണം, ഇത് ഏർലി മോർണിംഗിൽ പ്രാർത്ഥന വേണം, ആൻഡ് നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇതെല്ലാം അവരുടെ പ്രിൻസിപ്പിളിന്റെ ഭാഗമാണോ അല്ലയോ? പറഞ്ഞേ. ഭാഗമല്ലേ? അല്ലേ? അല്ലേ? യെസ്. അത് ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. സോ ദ സ്പിരിച്വാലിറ്റി കിട്ടിയവർക്ക് സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായ ഒരു പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യണം. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാറുണ്ട്, അവിടെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് അല്ലേ? നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് അല്ലേ? യെസ് ഓർ നോ? ആണ്. നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ്. നമ്മൾ ജീവിക്കുന്നതിന് ഒരു പർപ്പസ് വേണം, ശരിയല്ലേ? നമ്മൾ ജീവിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഞാൻ ഏകദേശം ഒരു 12-13 മണിക്കൂറോളം ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതിന് പർപ്പസ് എന്താ? ഞാനൊരു 12-13 മണിക്കൂറോളം കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന പർപ്പസ് എന്താ? എന്റെ പർപ്പസ് എന്താ? എന്റെ കൺസെപ്റ്റ് എന്താ? എന്റെ ലൈഫിലുള്ള പ്രിൻസിപ്പിൾ എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? ഇവിടെ ഞാൻ കമ്മിറ്റഡ് അല്ലേ? ഇവിടെ ഞാൻ നിങ്ങൾ കമ്മിറ്റഡ് അല്ലേ? ഇവിടെ ഞാൻ നിങ്ങളിൽ കമ്മിറ്റഡ് ആണോ? ആണ്. എനിക്കൊരു പർപ്പസ് ഉണ്ടോ? ഉണ്ട്. എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടോ? ഉണ്ട്. എനിക്ക് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചോദിക്കുന്നെങ്കിൽ അത് വരുന്ന എവിടെ? സ്പിരിച്വൽ അകത്തല്ലേ? ഓർമ്മിക്കുക, എനിക്കെല്ലാം ഉണ്ട്. എനിക്ക് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, എനിക്ക് കുറെ എത്തിക്സ് ഉണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ആൻഡ് പർപ്പസ് ഇൻ ദ ലൈഫ് ഉണ്ട്, ആൻഡ് ബിലീഫ് ഓഫ് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷനകത്താ വരുന്നത്. അതിൽ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന എപ്പോഴാണ്? ഇപ്പോൾ ഓരോ ബാച്ചും പഠിച്ചിറങ്ങുമ്പോൾ എല്ലാവരും പാസ്സായി എന്നെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് എന്താണ് ജസ്റ്റ് ഈ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റിവ്യൂ തരുമ്പോൾ അവിടെ എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടോ ഇല്ലയോ? അവിടെ ഞാൻ ഇവിടെ പഠിപ്പിച്ചത് പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടോ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടോ? ഉണ്ട്. അവിടെ വിശ്വാസം കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി
പഠിക്കണം എന്നൊരു പർപ്പസ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കമ്മിറ്റഡ് ആവുന്നുണ്ടോ? ഉണ്ട്. എവിടെയെങ്കിലും അതെല്ലാം വരുന്നത് എവിടെയാ? സ്പിരിച്വൽ ഡയമെൻഷൻ അല്ലേ? സിമ്പിളാ മനസ്സിലായോ? സിമ്പിളാ മനസ്സിലായോ? യെസ്, ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്തത് അഞ്ചാമത്തത് ഇസ് ഇമോഷണൽ ഡയമെൻഷൻ. എന്താണ് ഇമോഷണൽ? ഈ പ്രതി സ്പിരിച്വൽ പറയാം, ഇങ്ങനെ പറയാം, ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല, പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പണ്ട് തൊട്ട് പഠിക്കുന്ന കാര്യമാണ്, ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും അല്ലെ? ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതേ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നോട് ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഈ സ്റ്റാഫ് നേഴ്സ് എക്സാം കിട്ടില്ല, അത് വിശ്വാസമല്ലേ? അതൊരു വിശ്വാസമല്ലേ? ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ ജോലി കിട്ടത്തില്ല, വിശ്വാസമല്ലേ? ശരിയല്ലേ? അപ്പോൾ അത് വരുന്ന എവിടെ? സ്പിരിച്വൽ അല്ലേ? അത് വരുന്ന എവിടെ? സ്പിരിച്വൽ അല്ലേ? ഞാനൊരു തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെങ്കിൽ ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ല എന്ന് പറയുന്നത് അത് എവിടെ വരും? സ്പിരിച്വൽ ഡയമെൻഷനിലാണ് വരുന്നത്. 4 എണ്ണം പറഞ്ഞു. അഞ്ചാമത്തെ ഇമോഷണൽ ഡയമെൻഷൻ. ഇത് പേര് മാത്രം അറിഞ്ഞിരിക്കുക, പേര് മാത്രം അറിഞ്ഞിരിക്കുക. ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഇത് വേറെ ഏതിന്റെയോ കൂടെ ഒരു സംഭവമാണ്. ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇത് വേറെ ഏതിന്റെയോ ടൈപ്പ് ഓഫ് ഡയമെൻഷന്റെ ഭാഗമാണ്. ഏതിന്റെ ആയിരിക്കും ഇവിടെ? ഫിസിക്കൽ ആണോ, മെന്റൽ ആണോ, സോഷ്യലാണോ, സ്പിരിച്വലിന്റെ ആണോ? ഇമോഷൻ കൂടെ കയറി വരുന്നത്. ആർക്ക് പറയാം? ദ മെന്റൽ ഡയമെൻഷൻ ഒരു ഭാഗമാണ് ഇമോഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇത് മെന്റൽ ഡയമെൻഷൻ ഒരു ഭാഗമാണ് ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. വേണ്ടപ്പെട്ട ദത്തെടുക്കാം, ഇത് ബാധിക്കോ? പറയും. ഇപ്പൊ നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാളുടെ ദത്തെടുക്കാം, ഇത് ബാധിക്കുമല്ലോ? ബാധിക്കുമല്ലോ. ഏറ്റവും അടുത്ത ഒരാളുടെ ഇത് വരുന്നു, ബാധിക്കും. പലരും ഇത് പെർസീവ് ചെയ്യുന്ന പല രീതിയിലാണ്, പലരും പല രീതിയിലാണ് ഇതിനെ പെർസീവ് ചെയ്യുന്നത്. ചിലർ ഭയങ്കരമായി റിയാക്ട് ചെയ്യും, ചിലർക്ക് വിഷമം ഉണ്ടെങ്കിലും അവർ അത് പുറത്ത് കാണിക്കത്തില്ല. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചിലർ നന്നായിട്ട് കരയും, ശബ്ദം ഉണ്ടാക്കി കരയും. ഇപ്പൊ ബാക്കി ചിലർ എന്ത് ചെയ്യും? ഒന്നും കരയാതെ മിണ്ടായത് കണ്ടിട്ടുണ്ടോ? എപ്പോഴും കണ്ടിട്ടുണ്ടോ? എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു ടൈപ്പ് ഓഫ് ലോസ് വരുമ്പോൾ ചില ആൾക്കാർ ഒന്നും മിണ്ടത്തില്ല, ഒരു സംസാരമോ ഒരു വിഷമോ മുഖത്ത് കാണിക്കാറില്ല. കണ്ടിട്ടുണ്ടോടെ? ഒരു വിഷമം വന്നാൽ പോലും ചിലർ പുറത്ത് കാണിക്കാറില്ല. പിന്നെ ചിലർ എന്തായും മെന്റലി അൺബാലൻസ്ഡ് ആയിരിക്കും. ചിലർ എന്തായിരിക്കും? നല്ല മെന്റലി അൺബാലൻസ്ഡ് ആകും. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫീലിങ്ങിനെ നമ്മളിലോട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചല്ലേ നമ്മൾ ഓരോരുത്തരും നമുക്ക് വരുന്ന ഫീലിങ്ങിനെ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചല്ലേ ഇമോഷണൽ ഡയമെൻഷൻ വരുന്നത്. ശരിയാണോ അല്ലയോ? ശരിയല്ലേ? എല്ലാം പറ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ ഒരു ഫീലിങ്ങിനെ, ഒരു ഇമോഷനോടെ അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങൾ പലരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. പലരും നല്ല കൂളായിട്ടിരിക്കും, പലരും പല രീതിയിലുള്ള സംഭവം കാണിക്കാറുണ്ട്. എസ് ഓർണോ? ഇപ്പൊ ഈ കഴിഞ്ഞ DHS വന്നപ്പോൾ പലരും റിസൾട്ട് കണ്ട് മിണ്ടായിരുന്നു, കൂളായിരുന്നു. കാരണം എന്താ? എനിക്ക് കിട്ടും ഉറപ്പുണ്ട്. പലരും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എനിക്ക് പഠിച്ചിട്ടും കിട്ടിയില്ല എന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഈ കഴിഞ്ഞ എക്സാം നന്നായി പഠിച്ചിട്ട് ഒന്നും എഴുതാൻ പറ്റിയില്ല? ഉണ്ടോടെ? ഈ കഴിഞ്ഞ DHSന് നന്നായിട്ട് പഠിച്ചിട്ട് ഒന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് അല്ലേ? ആ നിങ്ങളുടെ ഫീലിംഗ് റിലേറ്റഡ് അല്ലേ? ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫീലിംഗ് റിലേറ്റഡ് ഇമോഷൻ എന്ന് പറയുന്നത് ആണ് അല്ലെ? ഫീലിംഗ് റിലേറ്റഡ് ഇമോഷണൽ എന്ന് പറയുന്നത്. അടുത്ത ഡയമെൻഷൻ ഒക്കേഷണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തവന്റെ പേരാണ് ഒക്കേഷണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കേഷണൽ, ആദ്യം ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? സ്കൂൾ തൊട്ടേ പഠിക്കുന്ന പേരാണ് ഒക്കേഷണൽ എന്ന് പറയാനുള്ളത്. സ്കൂൾ തൊട്ടേ അറിയുന്ന ഒരു പേരാണ് ഒക്കേഷണൽ എന്ന വാക്ക്.
ഒക്കേഷണൽ മീനിങ് എന്താ? ഒക്കേഷണൽ ഇറ്റ് ഈസ് എഡ്യൂക്കേഷൻ ആണോ ഓർ വർക്കാണോ? ഇത് എഡ്യൂക്കേഷൻ വർക്കാണോ? പണ്ട് തൊട്ടേക്ക് വാക്കാണ് ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വർക്കാണോ? അവിടെ ഒക്കേഷൻ മീൻസ് എഡ്യൂക്കേഷൻ അല്ല. വൊക്കേഷണൽ മീനിങ് എഡ്യൂക്കേഷൻ അല്ല, അത് വർക്കാണല്ലേ. വൊക്കേഷണൽ എന്ന വാക്കിന്റെ മീനിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരുന്നത് എഡ്യൂക്കേഷൻ എന്നാണ്. പക്ഷെ അതാണോ? അല്ല. ഇറ്റ്സ് വർക്കിനെ കുറിച്ചാണല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലിയും ആൻഡ് ദ പേഴ്സണൽ ലൈഫും തമ്മിലുള്ള ബാലൻസിനെ വിളിക്കുന്ന പേരെന്താ എന്ന് വിളിക്കാം? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫും ആൻഡ് ജോലിയും തമ്മിലുള്ള ബാലൻസിനെയാണ് വൊക്കേഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? എല്ലാം കിട്ടിയോ? എന്ത് സംഭവം എന്താ? നിങ്ങൾ ഓരോരുത്തരുടെയും ഈ പറഞ്ഞ ജോലി ആൻഡ് പേഴ്സണൽ ലൈഫ് ആ രണ്ടും നമ്മൾ ഈക്വൽ കൊണ്ടുപോകുന്നുണ്ടോ? രണ്ടും ഈക്വലി ബാലൻസ് കൊണ്ടുപോകുന്നുണ്ടോ? ആ കൊണ്ടുപോകുന്ന സംഭവമല്ലേ ഈ വൊക്കേഷൻ എന്ന് പറഞ്ഞത്. ആ കൊണ്ടുപോകുന്നതല്ലേ വൊക്കേഷൻ എന്ന് പറഞ്ഞത്. ആ രണ്ടും ഈക്വലാ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നം വരത്തില്ലേ? രണ്ടും ഈക്വലാ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം വരത്തില്ലേ കുഞ്ഞുങ്ങളെ? വരാറുണ്ട്. രണ്ടും ഈക്വലാ കൊണ്ടുപോകണം. വൊക്കേഷനിലും കിട്ടി. ഇനി പറയുന്നുണ്ട് ആൻഡ് അതർ ഡയമെൻഷൻ. അടുത്ത 7ാമത്തെ നോക്കാൻ പോകുന്നത് അതർ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചോദിക്കട്ടെ, ഇതൊക്കെ WHO പറഞ്ഞാണോ? അല്ല. അത് WHO പറഞ്ഞ 3 WHO ഫിസിക്കലും മെന്റൽ സോഷ്യലും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അതർ ഡയമെൻഷനിൽ കൂട്ടണം കേട്ടോ. അതർ ഡയമെൻഷനിൽ കൂട്ടണം. പേര് മാത്രം ഓർമ്മിച്ച് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കരുത്. ക്ലിയർ ഇടുക. ഇനിയുണ്ട് ആൻഡ് ദ കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. ദ കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? ദ കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അനുവദിക്കാത്ത ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? ഈ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവരുടെ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അവരുടെ ആൾക്കാർക്ക് മാത്രം അവർ ബ്ലഡ് കൊടുക്കാറുള്ളൂ. വേറൊരു കാസ്റ്റുകാർക്ക് അവർ കൊടുക്കാറില്ല. അതല്ലേ സംഭവം? അതല്ലേ? ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലും ഇപ്പോഴും അനുവദിക്കാത്ത ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ പോലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അനുവദിക്കാത്ത ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്നത് എവിടെയായിരിക്കും? കൾച്ചറൽ ഡയമെൻഷൻ. അതല്ലേ? ശരിയല്ലേ? കാരണം അവർക്ക് വിശ്വാസമുണ്ട്. ആ പറഞ്ഞ ബ്ലഡ് അവരുടെ കാറ്റഗറിക്ക് അത് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ഏത് കാറ്റഗറിയാ? കൾച്ചറൽ ഡയമെൻഷൻ. ഇനി അറിയേണ്ട കാര്യം അടുത്ത ഡയമെൻഷൻ ആണ് എഡ്യൂക്കേഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എന്താ എഡ്യൂക്കേഷൻ ഡയമെൻഷൻ? എന്തായിരിക്കും എഡ്യൂക്കേഷൻ? എന്താണ്? ആർക്ക് പറയാം? സ്റ്റാഫ് നേഴ്സ് ആയാലും ആൻഡ് ഡോക്ടേഴ്സ് ആയാലും എപ്പോഴും സ്വന്തം ഹെൽത്ത് ഓറിയന്റഡ് ആയിരിക്കണം. സ്റ്റാഫ് നേഴ്സ് ആയാലും ആൻഡ് ഡോക്ടേഴ്സ് ആയാലും ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയാലും എപ്പോഴും ആദ്യം അവരുടെ സ്വന്തം ഹെൽത്ത് ഓറിയന്റഡ് ആയിരിക്കണോ? സോ ദ എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് എന്തിന്റെ പാർട്ടായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ചില ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫ് നേഴ്സായാലും ഇപ്പൊ അവരുടെ കയ്യിൽ എപ്പോഴും കുറെ ടാബ്ലറ്റ്സ് കണ്ടുണ്ടോ? പാരസെറ്റമോൾ ആയാലും സിട്രസിൻ ആയാലും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അവരുടെ പേഴ്സിനകത്തും ആൻഡ് ബാഗിനകത്തും കൊണ്ട് നടക്കാറുണ്ട്. അല്ലേടെ? ഫോർ എക്സാമ്പിൾ നല്ല പ്രായമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ ആസ്പിരിൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നല്ല പ്രായമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ ആസ്പിരിൻ കൊണ്ട് നടക്കാറുണ്ട്. എന്താണ് ഇതൊക്കെ? കാരണം എന്താ ഇപ്പൊ ആസ്പിരിൻ എന്ത് കൊടുക്കുന്ന? ആസ്പിരിൻ എന്തായിരിക്കും? അവർക്ക് ഈ പറഞ്ഞൊരു ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതുന്ന ആൾക്കാരല്ലേ? ഇവർ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ആസ്പിരിനെ കൊണ്ട് പേഴ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അറിയാം, ആന്റി കോയാഗുലന്റ് ആണ് ഇപ്പോഴും അറിയാം. എനിക്കറിയാം, പലരും കണ്ടിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ആസ്പിരിനൊക്കെ പേഴ്സിൽ കൊണ്ടുനടക്കും. എനിക്ക് എന്താണ് ഈ MA വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി കോയാഗുലൻസ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അതൊക്കെ അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമല്ലേ? ആ പറഞ്ഞതൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ ഡയമെൻഷന്റെ ഭാഗമല്ലേ? ഒരു സ്റ്റാഫ് നേഴ്സ് ആയാലും ഒരു പറഞ്ഞ ഡോക്ടർ ആയാലും ദ പേഴ്സൺ ആസ്പിരിൻ പാരസെറ്റമോൾ ആൻഡ് സിട്രിസിൻ പോലുള്ള സാധനം കൊണ്ടു കടന്നു കഴിഞ്ഞാൽ അതെല്ലാം അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമല്ലേ? എഡ്യൂക്കേഷൻ ഡയമെൻഷന്റെ ഭാഗമാണ്. ശരിയല്ലേ? 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 യെസ്. അടുത്ത ഡയമെൻഷൻ ദ സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ. അടുത്തവന്റെ പേരെന്താ? ദ സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും? എന്താണ് ദ സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈവറ്റിൽ പോകും, പിന്നെ ചിലർ ഈ ആയുർവേദത്തിലോട്ട് പോകും, പിന്നെ ചിലർ സർക്കാർ പോകും. ഉണ്ടോ? നിങ്ങൾ ആരെങ്ങനെയാണോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ എടുക്കുക, പക്ഷെ പലരും സർക്കാരിൽ പോകും, ഇന്ന് പ്രൈവറ്റിൽ പോകും, ഇന്ന് ആയുർവേദത്തിൽ പോകും. ഉണ്ടോടെ? ഉണ്ടോ? 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 അതിന് കാരണം എന്താ? അതിന് കാരണം എന്താ? ഈ പറഞ്ഞ ആയുർവേദവും സർക്കാരിലും അണ്ട പ്രൈവറ്റിലും മാറി മാറി ആൾക്കാർ പോകാൻ കാരണം അവരെ കയ്യിലുള്ള ഇത് പൈസയുടെ കാര്യം കൊണ്ടല്ലേ? ശരിയല്ലേ? നല്ല പൈസയുള്ള ആൾക്കാർ പ്രൈവറ്റിൽ പോകും, പൈസ ഇല്ലാത്ത ആൾക്കാർ സർക്കാരിൽ പോകും. ഇനി ഇടത്തരമാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ആയുർവേദത്തിൽ പോകാറുണ്ട്. ആണോ അല്ലയോ? ശരിയല്ലേ? നല്ല പൈസയുള്ള ആൾക്കാരാണെങ്കിൽ പ്രൈവറ്റിൽ പോകും, പൈസ ഒന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സർക്കാരിൽ പോകും. സോ അതും സോഷ്യോ എക്കണോമിക്കിൽ വരുന്ന കാര്യമല്ലേ? അത് സോഷ്യോ എക്കണോമിക് ഡയമെൻഷനിൽ വരുന്നതല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആ യെസ്. അടുത്തത് ദ ഫിലോസഫിക്കൽ ഡയമെൻഷൻ. അടുത്തത് ഫിലോസഫിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ഫിലോസഫിക്കൽ ഡയമെൻഷൻ എന്തായിരിക്കും? സിമ്പിളാ കാര്യം, സിമ്പിളാ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നല്ല പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചില ആൾക്കാർ എന്താണ് ഈ ആയുർവേദം മാത്രം കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ നല്ല പ്രായമുള്ള ആൾക്കാർ ഈ ആയുർവേദം മാത്രമേ കാണിക്കൂ. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വീട്ടിൽ നല്ല പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആയുർവേദത്തിൽ മാത്രമേ പോകത്തുള്ളൂ. അവർക്ക് അലോപ്പതി വേണ്ട, ആയുർവേദം മാത്രം മതി. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫിലോസഫി അല്ലേ? സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് അയാളുടെ ഫിലോസഫിയുടെ ഭാഗമല്ലേ അത്? അയാൾ ഒരു കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ ഫിലോസഫിയുടെ കാര്യമല്ലേ? അയാളുടെ ഇഷ്ടമല്ലേ? അയാളുടെ ജീവിതത്തിൽ നേടിയ അറിവ് കൊണ്ട് പറയുകയാണ് അയാളുടെ ഇഷ്ടമാണത്. ശരിയല്ലേ? അയാളുടെ ജീവിതത്തിൽ നേടിയ അറിവ് അത് അവിടെ പോയ അസുഖം മാറും എന്ന് വിശ്വസിക്കുന്നത് പാർട്ട് ഓഫ് ദ ഫിലോസഫി അല്ലേ? പാർട്ട് ഓഫ് ദ ഫിലോസഫി അല്ലേ? ഇപ്പൊ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ അസുഖം മാറും എന്ന് അയാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ ഡയമെൻഷൻ വരുന്നതാണ്. സോ ഇത്രയും കിട്ടി. ആസ് പെർ ദ WHO വരുന്ന മൂന്നെണ്ണം ഏതൊക്കെയാ? ആസ് പെർ ദ WHO വരുന്ന മൂന്നെണ്ണം ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആണ്. ഓർമ്മിച്ച് വെക്കുക. എക്സാമിന് ആസ് പെർ ദ WHO ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കും. ഇനി സ്പിരിച്വൽ എന്താ? സ്പിരിച്വാലിറ്റി എന്താ? ഇത് റിലീജിയനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് അല്ലേ? ശരിയല്ലേ? റിലീജിയൻ യെസ്. സോ എല്ലാവർക്കും ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് ക്ലിയർ ആയി. എല്ലാവർക്കും ഒരു ചാപ്റ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത് ക്ലിയർ ആയി. ഒരൊറ്റ ചാപ്റ്റർ പഠിപ്പിച്ചു, കംപ്ലീറ്റ് ആയി പഠിപ്പിച്ചു. ഒരു ക്വസ്റ്റ്യൻ വരുള്ളൂ, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ വരും. ക്ലിയർ? എല്ലാവരും പറയണം. ക്ലിയർ? യെസ്. ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്. സോ നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്നായി പഠിക്കുക. താങ്ക് യു.